സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. മണ്ഡലകാലം, വ്രതശുദ്ധിയുടെ കാലം, അതിനപ്പുറം സത്സംഗ ഉത്സവം. ഇവിടെയാണെങ്കിലോ മുത്തശ്ശിയാർക്കാവ്. ഏതൊരു ക്ഷേത്രം എടുക്കുമ്പോഴും മറ്റുള്ളവർ ചോദിക്കും, ദേവീക്ഷേത്രമാണോ ഭദ്രകാളിയാ ദുർഗയാ? ഈ ചോദ്യത്തിന് ഉത്തരം രണ്ടുമല്ല, മുത്തശ്ശിയാർക്കാവ എന്ന ഉത്തരം പറഞ്ഞ്. ഈ ഗ്രാമദേവത, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് മാതൃസമിതിക്കാരും നാട്ടുകാരും ഇവിടെ ഉണ്ട്. നമ്മൾ ഏതൊരു ക്ഷേത്രത്തിനെയും അറിഞ്ഞ് ആരാധിക്കണം എന്നാ പറയുക. ഇപ്പം ഇവിടെ വരുമ്പോൾ പലരും ചോദിച്ചു ദൂരത്തു നിന്നുള്ളേ മുത്തശ്ശിയാർക്കാവോ? അപ്പം അവിടെ മുത്തശ്ശിയാണോ? അപ്പം അതെ. പക്ഷേ നാട്ടുകാരിൽ പോലും ഞാൻ പലരോടും അന്വേഷിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ മുത്തശ്ശിയാർക്കാവ് ആവാൻ കാരണം. അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് അത് ആകസ്മികം, ഭഗവതി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അങ്ങോട്ട് സാധിച്ചു തരും എന്നുള്ളതാ സത്യം. ഇവിടെ നമ്മുടെ ക്ഷേത്രം തന്ത്രിയെ കാണാനും അനുഗ്രഹം വാങ്ങാനും വേണ്ടി പോയപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഒരു കീർത്തനം ഞങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥന ചൊല്ലാൻ വേണമെന്ന് പറഞ്ഞു. അയ്യോ ടീച്ചറെ, അങ്ങനെ ഒന്നും ഇല്ലാലോ എന്നാണ് കമ്മിറ്റിയിൽ പലരും പറഞ്ഞത്. ഇവിടെ വന്ന് ആ ത്രിസന്ധ്യ സമയത്ത് ഭഗവതിയെ അങ്ങോട്ട് തൊഴുത് ഒരൊറ്റ നമസ്കാരം. അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ഞാൻ വീണ്ടും ചോദിക്കുക, തന്ത്രി പറഞ്ഞു 18 ദേശം, അപ്പോൾ 5 ദേശം ഇപ്പോൾ. അപ്പോൾ പറഞ്ഞു സെക്രട്ടറി, ടീച്ചർക്ക് ഒരു ബുക്ക് തരാം. അങ്ങനെ പണ്ടെങ്ങാണ്ടോ അടിച്ചതാണ് ഇവിടുത്തെ ചരിത്രവും കഥയും ചേർന്ന ഒരു പുസ്തകം, ചെറിയൊരു പുസ്തകം. അതിൻ്റെ മുന്നിലായിട്ട് ഇവിടെ ഭാഗീരഥി ചേച്ചി ചൊല്ലിയേ ആ മുത്തശ്ശിയാർക്കാവിലമ്മേ എന്ന് പറഞ്ഞ ആ കീർത്തനം. നമുക്ക് വേണ്ടതെല്ലാം തന്നൂലോ. നമ്മൾ ആഗ്രഹിച്ചാൽ, അമിതമായിട്ട് തന്നെ ആഗ്രഹിച്ചാൽ നമ്മളെ തേടിയത് എത്തുന്ന ആ പുസ്തകം ഇങ്ങോട്ട് തുറന്നപ്പോഴോ അതാണ് മുത്തശ്ശി ആരാ എന്നുള്ള കഥ. ആദ്യം അത് പറയാം. ഈ ക്ഷേത്രം ദുർഗയാണോ ഭദ്രകാളിയാണോ? ഉത്തരം ഭദ്രകാളി തന്നെയാണ്. ഏതൊരു ദേശത്തിൻ്റെയും ദേശദേവത, ഒരു വീടിൻ്റെ കുലദേവത അല്ലെങ്കിൽ പരദേവത അത് ഭദ്രകാളിയാണ്. എന്താ കാരണം? ഭദ്രം കരോതി ഇതി ഭദ്രകാളി. ഈ തട്ടകത്തെ, ഇവിടെ 5 തട്ടകങ്ങളാണ്. ഏതൊക്കെയാ? കൊഴിക്കാട്ടി, ഈ കൊടുമുണ്ട, പിന്നെ പട്ടാമ്പി, പെരുമുടിയൂര്, വള്ളൂര്. ഈ 5 ദേശങ്ങളെയും രാവും പകലും കാത്ത് രക്ഷിക്കുന്ന ആ പരദേവതയാണ് ഭദ്രകാളി. അതുകൊണ്ടാണ് നമ്മളെ തട്ടകം, ഇപ്പോൾ കൊടുമുടിക്കാവ് പറയും, പുറമണ്ണൂരിൻ്റെ തട്ടകം ഭദ്രകാളി ആണ് പ്രതിഷ്ഠ. പിന്നെ ഇവിടെ ശൈവ ചൈതന്യം ഉണ്ട് എന്നാണ് പറയുന്നത് ദേവപ്രശ്നത്തിൽ. അതുകൊണ്ടാണ് ശിവനെ തന്നെ സ്തുതിക്കണം, ഗണപതിക്ക് ശേഷം സരസ്വതിക്കും ശേഷം എന്ന് പറഞ്ഞ്. ഇവിടെ കേൾവി ഉള്ള ഒരു കഥ, അതായത് രേഖകളിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഇവിടുത്തെ ഐതിഹ്യമോ ചരിത്രമോ. പക്ഷേ പറഞ്ഞ് പാടി പകർന്ന്, വേദം അങ്ങനെയാണല്ലോ പണ്ടൊക്കെ, മറ്റുള്ളവർക്ക് ഓത്താണ്, ഓതിക്കൊടുത്ത് പഠിപ്പിക്കുക. അതുപോലെ മറ്റുള്ളവർ പാടി പകർന്ന് കിട്ടിയ കഥയാണ് ആദ്യം പറയാനുള്ളത്. അതായത്
ഇവിടെ നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഇവിടെ നെടുങ്ങനാട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. നെടുങ്ങനാട് ദേശം പണ്ടൊക്കെ നാട്ടുരാജ്യങ്ങളാ. ഇതൊരു നാട്ടുരാജ്യമായിരുന്നു. ഏതിൻ്റെ ഭാഗ? നെടുങ്ങനാട്. അതായത് നമ്മളെ കൊടിക്കുന്ന് അമ്പലം മുതൽ ഈ കല്ലടിക്കോട് വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന വലിയ ഒരു നാട്ടുരാജ്യമായിരുന്നു ഇത്. ആ നാട്ടുരാജ്യത്തില് ഒരുപാട്, ഈ പാലക്കാട് ജില്ലയിലാണ് ഇത്രയും ക്ഷേത്രങ്ങളും ഭദ്രകാളി ക്ഷേത്രങ്ങളും കാവുകളും ഉള്ളത്. അങ്ങനെ ഈ 5 ഭഗവതിമാരങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരൊക്കെയാ? നമ്മളെ മുളയങ്കാവിലെ അമ്മ, കണക്കറകാവിലെ അമ്മ, കൊടിക്കുന്നിലെ അമ്മ, പിന്നെ നമ്മുടെ 2 മുത്തശ്ശി, അതായത് തെക്കേ മുത്തശ്ശി, വടക്കേ മുത്തശ്ശി. ഇന്ന് രാവിലെ വന്നപ്പോൾ പലരും വടക്കേ മുത്തശ്ശിയാർകാവിലേക്കൊക്കെ പോയില്ലേ? ഇവിടെ ഉള്ളത് തെക്കേ മുത്തശ്ശി. ഈ 2 മുത്തശ്ശിമാരും കൂടി ഇങ്ങനെ പോകുമ്പോൾ ആദ്യത്തെ 3 മുത്തശ്ശിമാരും ഓരോ ഭാഗത്ത്, ഇപ്പോൾ കൊടിക്കുന്നിലും കണക്കറാവിലും ഒക്കെ അവിടെ ഇരുന്നു. ഇവർ 2 പേരും ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം നോക്കി അങ്ങനെ സഞ്ചരിച്ച് അവസാനം ക്ഷീണായി ഇവിടെ വന്നപ്പോൾ. അപ്പൊ എന്ത് ചെയ്തു? ദാഹിച്ചിട്ട് വയ്യ, ക്ഷീണം തീർക്കാൻ ഏറ്റവും നല്ലത് ജലം, ദാഹജലം എന്നാ പറയാം. നമ്മൾ വെയിലത്ത് കയറി വന്ന ചോറുണ്ടോളൂ പറഞ്ഞാൽ പറയാം ആദ്യം ഒരു ഗ്ലാസ് സംഭാരം വെള്ളം ഇങ്ങോട്ട് തരൂ എന്നുള്ളത്. അപ്പോൾ ആ ജലത്തിൻ്റെ പുണ്യം അത് ഭാഗവത മഹാപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ നല്ല ചൈതന്യം ഉള്ള 2 ഭഗവതിമാരാ സ്ത്രീ രൂപത്തിൽ വന്നിരിക്കുന്നത്. ആ ചൈതന്യം കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത്രേ വെള്ളം വേണ്ട, പാലെന്നെ കൊടുക്കാം എന്ന് പറയും. ഇവിടെ നമ്മൾ വെളിച്ചപ്പാടിനെ കണ്ടു. ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും വെളിച്ചപ്പാടായി നിലകൊള്ളുന്ന മലയഞ്ചാത്ത് എന്ന് പറയുന്ന വീട്ടിലാണ് അവർ ചെന്ന് കയറിയത്. അവരെന്ത് ചെയ്തു? പാല് കൊടുത്തപ്പോൾ അനുജത്തി കുടിച്ചില്ല, ഈ ജ്യേഷ്ഠത്തി വാങ്ങി അത് കുടിച്ചു. അനുജത്തി വേഗം വന്ന് ഇവിടെ, അന്ന് കാടായിരുന്നു, പിന്നെ അങ്ങോട്ട് നോക്കിയാൽ അറിയാം ഭൈരവൻകോട്ട താഴേക്ക് ഭയങ്കര കാടാ, അവിടെ വന്നിരുന്നു. അപ്പോൾ വന്നപ്പോൾ അന്നൊക്കെ ഈ ജാതി പ്രശ്നം വളരെയധികം ഉള്ള കാലഘട്ടം. അപ്പോൾ താണ ജാതിക്കാരെടുത്തുനിന്ന് നീ വെള്ളം വാങ്ങി പാല് വാങ്ങി കുടിച്ചില്ലേ ചോദിച്ച് കളിയാക്കി ഇത്രേ. അത് കേട്ടപ്പോൾ ഈ ജ്യേഷ്ഠത്തിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അനുജത്തി എടുത്തൊരൊറ്റ അങ്ങോട്ട് എറിഞ്ഞൂന്നാ. ഇവിടെ നിന്നും വടക്കേ മുത്തശ്ശിയാർകാവിൽ പോയി ആ ഭഗവതി വീണു എന്നും അനുജത്തി കാലില് പരിക്കേറ്റു എന്നും ആണ് ഒരു ഐതിഹ്യം. ഇപ്പോഴും അവിടെ വെളിച്ചപ്പാട് കെട്ടി വന്നാല് ഉറഞ്ഞു തുള്ളി ഭഗവതിയായി കൽപ്പന കൊടുക്കുമ്പോൾ ഒരു കാല് കൊക്കിയിട്ടാണ് അത്രയും നടക്കുക. ഇപ്പോഴും ഉണ്ട്. ഇതിന് മുമ്പത്തെ വെളിച്ചപ്പാടിന് നല്ലോണ്ടായിരുന്നു, ഇപ്പം ഉള്ള വെളിച്ചപ്പാടിനും ഉണ്ട്. ഇതാണ് നമ്മൾ അറിയേണ്ട ഒരു കേട്ടുകേൾവിയായ കഥ. ഇങ്ങനെ ആ അനുജത്തി എറിഞ്ഞതിന് ശേഷം ജ്യേഷ്ഠത്തി ഇവിടെ സമാധാനമായിട്ട് നെടുങ്ങനാട് തന്നെ ഇരുന്നു. ഇങ്ങനെയാണ് നെടുങ്ങനാട് നാട്ടുരാജ്യത്തിൻ്റെ കഥ. ഇങ്ങനെ ഒരുപാട് ഭദ്രകാളി ക്ഷേത്രങ്ങൾ ദേശദേവതയായി പരദേവതയായി നമ്മുടെ മുന്നിൽ കാണുന്നതിൽ ഒന്നാണ് മുത്തശ്ശി. അപ്പം എങ്ങനെയാ പിന്നെ ഇത് മുത്തശ്ശിയായേ? അത് ചരിത്രം. നമ്മൾ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കൂടി തിരുനാവായ സാമൂതിരി കോവിലകം ഭരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സാമൂതിരി നാട്ടുരാജ്യങ്ങളൊക്കെ ഭരിച്ചിരുന്നതാണ്. പിന്നെ വള്ളുവ കോനാതിരി അവർ തമ്മിൽ എപ്പോഴും ശത്രുതയാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഇവിടെ പൂജ നടത്തുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആലിക്കൽ അമ്പലത്തിൽ, അവിടെ എൻ്റെ എല്ലാ തുടക്കം. ആലിക്കൽ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടെ അച്യുതൻ നായരാ പൂജിക്കുക, ഭദ്രകാളിയാ. അപ്പം ഞാൻ അമ്മോട് ചോദിക്കും എന്താ അപ്പോൾ ഇവിടെ നായർ പൂജിക്കണ? എനിക്ക് സംശയങ്ങളായിരുന്നു. അതായത് ഭക്തൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഭക്തലക്ഷണതു ജിജ്ഞാസ ഏവ. എന്താന്ന് അറിയാനുള്ള ഒരാഗ്രഹം. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ വന്ന്. അങ്ങനെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു തന്നു ഇവിടെ ഭദ്രകാളിയാണ്, ഇവിടെ നായന്മാരെ പൂജിക്കാൻ പാടൂന്നൊക്കെ. അതുപോലെ ഇവിടെയും പൂജിച്ചിരുന്ന് പെരുമ്പ്ര നായന്മാരായിരുന്നു. പിന്നീടാണ് താന്ത്രിക വിധിപ്രകാരം തന്ത്രിയും ഇങ്ങനെയുള്ള മേൽശാന്തിയുടെ പൂജയൊക്കെ തുടങ്ങിയത്. ഇനി ഇവിടെ ഇതുപോലെ പൂജകൾ നടത്തുന്ന ആ ഒരു പെരുമ്പ്ര നായന്മാര് ഈ സാമൂതിരിയുടെയും മറ്റൊരു കൂട്ടര് ഇരിക്കാലക്കര നായന്മാര് വള്ളുവ കോനാതിരിയുടെയും പടനായകന്മാരായിരുന്നു അന്ന്. ഇവർ തമ്മിൽ ശത്രുതയില്ല. പക്ഷെ 2 കൂട്ടരുടെയും പരദേവത ആരാ? ഭദ്രകാളിയാ. 2 കൂട്ടരും യുദ്ധത്തിന് മുമ്പ് ആരെ വിളിക്കുക? നമ്മളെല്ലാവരും പോയിട്ട് എന്ത് പറയും? ഗുരുവായൂരപ്പ അല്ലേ? ഡോക്ടർ എന്താ പറയാ? ഇന്ന് എനിക്ക് 25 ടോക്കണും ചെലവാവണേ, എന്താ പ്രാർത്ഥിക്കണേ, അസുഖം ഉണ്ടാവണേ. രോഗി പോയിട്ട് എന്താ? ഭാഗ്യം ജനാനാം. കൃഷ്ണ ഇവിടെ ജനിച്ചത് ഭാഗ്യാണ് കേട്ടോ. പക്ഷെ ഈ ഒരു ചൊറിയില്ലേ, ചൊറിമാന്തി സുഖം എന്ന് പറയും. എന്തെല്ലാം അസുഖങ്ങളും പ്രശ്നങ്ങളും. അപ്പൊ ആരെ ഭാഗത്താ നിൽക്കുക? അതുപോലെ ഈ ഭഗവതി 2
കൂട്ടരും വന്നിട്ട് ഒരേ ഭഗവതിയോട് പറയാ, ഞങ്ങൾ യുദ്ധത്തിൽ ജയിക്കണേ ജയിക്കണേ എന്നുള്ളത്. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരിക്കൽ ഭയങ്കര യുദ്ധം തുടങ്ങി. ഈ സമയത്ത് സേനാനായകന്മാരൊക്കെ മരിച്ചു വീഴുന്ന സമയത്ത് ഭഗവതിക്ക് 2 മക്കളും ഒരേപോലെയാ. അപ്പൊ എന്ത് ചെയ്തു? ഭഗവതി അവിടെ ഒരു മുത്തശ്ശിയുടെ രൂപത്തിൽ അങ്ങോട്ട് പ്രത്യക്ഷയായി. 2 കൂട്ടരും പ്രാർത്ഥിക്കുന്നത് ഭദ്രകാളി പരദേവതയാ. അപ്പോ അവർക്ക് വല്ല ചൈതന്യമുള്ളൊരു മുത്തശ്ശി. അപ്പൊ എല്ലാവരും ഇതൊക്കെ നിർത്തി, ആ മുത്തശ്ശി അങ്ങോട്ട് പോയിക്കോട്ടെ, എന്നിട്ട് ആവാം. എവിടെ? മുത്തശ്ശി അവിടെ നിന്നു. എന്നിട്ട് വളരെ പതിഞ്ഞ സ്വരത്തിൽ പറയാ, ഹേ മക്കളെ, നിങ്ങൾ എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കണേ? യുദ്ധം സർവനാശമല്ലേ? ഭഗവത്ഗീത പറയും പോലെ യുദ്ധം ചെയ്യണ്ട, എൻ്റെ മക്കളല്ലേ നിങ്ങളെല്ലാവരും, മക്കളെ നിങ്ങൾ യുദ്ധം ചെയ്യരുത് പറഞ്ഞിട്ട് ആ ഒരു വാക്ചാതുരിയില് ഉപദേശത്തില് ആ മുത്തശ്ശിയുടെ മുന്നിൽ അവരെന്ത് ചെയ്തു? ശരിയാണ് മുത്തശ്ശി പറഞ്ഞത്. യുദ്ധം നിർത്തി അവർ പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ മുത്തശ്ശിയെ കാണാനില്ല. അപ്പൊ അവര് ചോദിച്ചതാണ്, മുത്തശ്ശി ആര്? അപ്പോ കണ്ട മുത്തശ്ശി കാണാതെയപ്പോ അവരെന്ത് തീരുമാനിച്ചു? ആരാണ്? ആ പരദേവതയായ ഭദ്രകാളി തന്നെ മുത്തശ്ശി രൂപത്തിൽ വന്ന് നമ്മളെ ഉപദേശിച്ചതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു? പിരിഞ്ഞുപോയി. പണ്ടൊക്കെ പറയും അവിടെ വടക്കേ മുത്തശ്ശിയാറാവിലുള്ളവർ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ. അതൊക്കെ വെറുതെയാ. ഇവിടത്തെ പള്ളിപ്പാനയ്ക്ക് അവിടത്തെ വെളിച്ചപ്പാട് വരണം, അവിടത്തെ പള്ളിപ്പാന നടത്തണമെങ്കിൽ ഇവിടത്തെ വെളിച്ചപ്പാടും പോവും. ഇപ്പോഴും ദേശത്തൊക്കെ ഉള്ളവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതില് വൈരം ഒന്നും ഇല്ല, വെറുതെ ഒരു കഥ. ഇത്രയേ ഉള്ളൂ ക്ഷേത്ര ചരിത്രം. അങ്ങനെ ഈ മുത്തശ്ശി ഭഗവതി എന്ത് ചെയ്തു? ഇവിടെ മുത്തശ്ശി ഭാവത്തിൽ വാണരുളുന്നു ഇന്നും. എത്രയോ 700 വർഷം പഴക്കം എന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇനി മുത്തശ്ശിയുടെ പ്രത്യേകത എന്ത് പറയുമ്പോഴും മുത്തശ്ശിയുടെ ഉപദേശമാണ് ഉള്ളിൽ ആദ്യം വരിക. എനിക്കും ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉപ്പുമാങ്ങ ഉപ്പിലിട്ട പോലെ. അമ്മമ്മ വന്നാൽ പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് കിടക്കുക, നല്ല സുഖ കെട്ടിപ്പിടിച്ച് കിടക്കുക. അമ്മമ്മ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും. ഇങ്ങനെ ഉപദേശങ്ങളാണെന്നൊക്കെ. ഇപ്പൊ ഒന്നും കഥകളില്ലല്ലോ കുട്ടികൾക്ക്. അങ്ങനെ ഈ മുത്തശ്ശി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? സാധാരണ ഒരു ദുർഗ അല്ലെങ്കിൽ ഒരു ഭദ്രകാളി എന്ന് പറയുന്നതിനും അപ്പുറം മുത്തശ്ശിയായി നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. കരുണ, ആ വാത്സല്യം, സ്നേഹം. മുത്തശ്ശിയുടെ അടുത്ത് എന്താ? നമുക്ക് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം. അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് മുത്തശ്ശി ഭാവത്തിൽ ഇവിടെ അരുളുന്ന മുത്തശ്ശിയാർ കാവിലമ്മ നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. ഒരു പക്ഷേ ഇവിടെ പ്രഭാഷണങ്ങൾ, ഇതിനു മുമ്പ് ഈ ഹാളിൽ ഞാൻ ഗുരുവായൂർ ഏകാദശിക്ക് പ്രഭാഷണം നടത്തി. ഇതേ സ്റ്റേജിൽ 2 വർഷം മുമ്പ് രാമായണ മാസത്തില് രാമകഥ പറഞ്ഞു വന്നു. ഇത് 3ാമത്തെ തവണയാണ്. അതിനും അപ്പുറം ഇതെന്റെ 99ാമത്തെ സ്റ്റേജാണ്. ഞാൻ അത് 100 വിചാരിച്ചു. 17-ാം തീയതിക്ക് ഒരു വിളി വന്നപ്പോൾ പിന്നെ അതങ്ങോട്ട് പോയി തട്ടിത്തിരിഞ്ഞ്. ഏതായാലും ഭഗവതിയുടെ അനുഗ്രഹം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞത്. അതിനും അപ്പുറം നമ്മുടെ സത്സംഗോത്സവ വേദിയിൽ ഇവിടെ ഇങ്ങനെ ഇതിനു മുമ്പ് ചോദിച്ചു, മാസത്തിലൊരു സത്സംഗം ഉണ്ടല്ലോ, അങ്ങോട്ട് വരട്ടെ. അപ്പൊ പറഞ്ഞു മണ്ഡലകാലത്ത് വന്നോളൂ, ഞായറാഴ്ച എല്ലാ പരിപാടിയും ഉണ്ട്. അങ്ങനെ അത് വാർഷികം തന്നെ ആയി. ഇനി മുത്തശ്ശി എന്താന്ന് മനസ്സിലായി. മുത്തശ്ശി എന്ന ഒരു സങ്കല്പം, ആ ഒരു അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ മുത്തശ്ശി ഭാവത്തിൽ ഇവിടെ ദാരുവിഗ്രഹമാണ്, വൽക്കണ്ണാടിയാണ് പൂജിക്കുന്നത്. അതിനും അപ്പുറം ഇവിടെ പണ്ട് കൊടും കുരുതി നടന്നിരുന്നു എന്നാ. ഭദ്രകാളി ക്ഷേത്രത്തില് എന്തിനാ കുരുതി നടക്കണേ? നമ്മളും പൂവും കൊടുമുടിക്കാവില് തൊഴാനല്ലേ. ഗുരുതി എന്ന് പറഞ്ഞാൽ കുരുതി ആയിരുന്നു പണ്ട്. കൊടും കുരുതി പറഞ്ഞ ഇവിടെ ഭൈരവൻ കോട്ട താഴെ തൊഴുതില്ലേ പോയിട്ട്, അവിടെ വലിയ കാഞ്ഞിരമരും കുറെ പ്രതിമകളും ഒരു തറയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറ്റിയതാ. ആ ഭൈരവനായിട്ട് അവിടെ പൂജിക്കുന്ന ഭൈരവന് മുന്നിൽ ആടിനെയും കോഴിയെയും ഒക്കെ എന്ത് ചെയ്യും? വെട്ടി കുരുതി കൊടുത്തിരുന്നു. അത് മാറിയിട്ടാണ് ഇപ്പൊ എന്ത് സാത്വിക രൂപത്തിൽ വലിയ കുമ്പളങ്ങയൊക്കെ വെച്ചിട്ട്, അത് പലതരത്തിലുണ്ട് കുരുതിപ്പന്തൊക്കെ. അങ്ങനെ കുരുതി ഇപ്പോഴും കുരുതി നടക്കുന്ന ക്ഷേത്രങ്ങളാ ഭദ്രകാളി ക്ഷേത്രങ്ങള്. അതിന്റെ പിറകിലെ തത്വം എന്ന് പറഞ്ഞാല് ശ്രീ ഭദ്രകാളിക്ക് ഒരുപാട് ഭൂതഗണങ്ങളുണ്ട്. ഈ ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്താൻ നിണം ചോര നൽകുന്നു എന്ന സങ്കല്പം. വേതാളാണ് ഭദ്രകാളിയുടെ വാഹനമെങ്കിൽ സിംഹാരൂഢയാണ് ആര്? ദുർഗ സിംഹാരൂഢയായി വരുന്നു. ഇങ്ങനെ ഒരു മാറ്റം കൂടി അറിയണം. നമ്മളിവിടെ വരുമ്പോൾ സിംഹാരൂഢയായല്ല, വേതാളത്തിന് പുറത്തുള്ള ആ കൊടും ക്രൂരമായ ഭാവ. കാരണം വേതാളം ആ ചോര നക്കിക്കുടിക്കുന്നതും ദാരികനെ വധിക്കുന്നതും ആ കഥ നമുക്കറിയാം. മാർക്കണ്ഡേയ ചരിതം എടുത്താൽ കാണാം. പിന്നെ ഭാഗവതത്തിലുണ്ട് ഭദ്രകാളി ചരിതം. ഈ ഭദ്രകാളി ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ആണ് ജനിക്കുന്നത്. ഇവിടെ ശൈവ ചൈതന്യം ഉണ്ട് എന്ന് പറയാൻ അതാ കാരണം. ദേഷ്യത്തോടുകൂടി മഹാദേവൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ആ ധേയ പഞ്ചമുഖോ രുദ്രനെ എങ്ങനെയാ ധ്യാനിക്കേണ്ടേ? 5 മുഖത്തോടും 5 ഭൂഷണങ്ങളോടും 5 ആയുധങ്ങളോടും കൂടിയ ആ മഹാദേവന് ദേഷ്യം വന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അങ്ങോട്ട് അലറുക. ആ സമയത്ത് സർപ്പം വാസുകി ചീറ്റിയത്ര.
അങ്ങനെ ആ വിഷം പുറത്തു വന്നു. ഈ മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും ശ്രീ ഭദ്ര അങ്ങോട്ട് അവതരിക്കുക. അങ്ങനെയാണ് ആ കഥ വരുന്നത്, ഭദ്രകാളി ചരിതം. അപ്പൊ എന്തെല്ലാം കൊടുത്തു? വാഹനമായിട്ടൊരു വേതാളത്തിനെ കൊടുത്തു. എന്തിനാ? ചോര നക്കി കുടിക്കാനാ. ദാരികന്റെയൊക്കെ മേലിന്ന് വീഴുന്ന ചോര, ഓരോ തുള്ളിയും എന്താ പറയാ, ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 നായകന്മാരാ ഉയരുന്നത്. അപ്പോൾ ആ വേതാളം അതെല്ലാം നക്കി കുടിച്ച കാരണം സൈന്യങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഇങ്ങനെ ഭദ്രകാളിക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ ആനത്തോലാണ് അത്രയെ കൊടുത്തത് ഉടുക്കാന്. കുട്ടിയുണ്ടായ അതിൽ കുപ്പായം കൊടുക്കൂലോ. പിന്നെ 28-ന് കാത് കുത്തും പോലെ ഒരുപാട് തരം ആഭരണങ്ങൾ, 18 തരം ആഭരണങ്ങൾ, 32 തരം ആയുധങ്ങളെല്ലാം നൽകി വടക്കേ നടയിലൂടെ ഭദ്രകാളിയെ പറഞ്ഞയക്കുകയാണ് ഈ ദാരികനെ വധിക്കാൻ. ആ ദാരികനെ വധിക്കാൻ പോകുന്ന രൗദ്രമായ ഭാവത്തിലാണ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നതെന്നാ പറയുന്നത്. പക്ഷെ മുത്തശ്ശി ഭാവത്തിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വളരെയധികം സ്വാതന്ത്ര്യത്തോടുകൂടി ഇവിടെ വന്ന് നമ്മളെ എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇങ്ങനെ ഒരു സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിന് പിറകിൽ ഉള്ളത്. നമ്മുടെ ഗ്രൂപ്പില് ചോദിച്ചിരുന്നു, എന്താ എന്തെങ്കിലും വിഷയം അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പോൾ പലരും പല ചോദ്യങ്ങളും ചോദിച്ചു. എല്ലാം ഒന്നും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറയാം. ഗീതയിലെ ഒരു ഭാഗം പറയണം എന്ന് പറഞ്ഞു. ഗീതയും കൃഷ്ണനും ഇല്ലാതെ ഈ ശോഭ ടീച്ചർക്ക് പ്രഭാഷണ വേദിയിൽ തിളങ്ങാൻ പറ്റില്ല എന്നുള്ളതാ സത്യം. കാരണം നമ്മുടെ ഭാഗവതം പോലെ തത്വങ്ങൾ നിറഞ്ഞ ഒരു ഗ്രന്ഥം വേറെ ഇല്ല. ദേവി ഭാഗവതം എടുത്തു നോക്കൂ, അതിലൊരു കഥയും പറയാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ദേവി ഭാഗവതത്തിലെ സുദർശനന്റെ കഥ ഇപ്പൊ നവാഹം കേട്ടവർക്ക് അറിയുന്നുണ്ടാവും. ഗീതയിലെ ഒരു ഭാഗം. പിന്നെ എന്താ ഇപ്പൊ ഈ സത്സംഗം? എന്താ സത്സംഗം? സത്സംഗം, സത്തുക്കളുടെ സംഗമം. എന്താ സത്സംഗം കൊണ്ടുള്ള ഗുണം? നമ്മൾ ഒരു ദിവസം മുഴുവൻ ഈശ്വരീയമായ ചിന്തയിലൂടെ, ഇപ്പൊ നമ്മൾ 9 മണി പറഞ്ഞ ഒരു 9:15 തുടങ്ങി, എത്ര പെട്ടെന്ന് ആ സമയം പോയത് നമ്മൾ അറിയുന്നില്ല. ഇനി പ്രഭാഷണം കേട്ടാൽ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ 2 മണി വരെ ഇരിക്കും. അത് സത്സംഗത്തിന്റെ മഹിമ. അതായത് സത്സംഗത്വേ നിസ്സംഗത്വം. സത്സംഗത്തിൽ അങ്ങനെ കൂടിയിരുന്നാൽ നമുക്ക് പിന്നെ വേറെ ഒന്നിനോടും സംഘം ഉണ്ടാവില്ല. അതാണ് എല്ലാ സംഘങ്ങളെയും ഇല്ലാതെയാക്കാനുള്ള കഴിവ് സത്സംഗത്തിനുണ്ട് പറയുന്നത്. ആ സത്സംഗവും കൂടി അങ്ങനെ ഇരുന്നാൽ എന്താ, സർവ്വ വേദനകളും മറക്കാം. ഇപ്പൊ ഇവിടെ അങ്ങനെ വന്നിരുന്നു, രാവിലെ മുതൽ എന്തെല്ലാം കണ്ടു, എന്തേ ആലോചിച്ചത്? ഇവിടത്തെ കാര്യങ്ങൾ, അനൗൺസ്മെന്റ്, ഓരോരുത്തരെയും കുറിച്ച് പറയുന്നത്. ഇവർ പറഞ്ഞ പോലത്തെ ഞാൻ അത്ര വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. പിന്നെ അസുഖങ്ങൾ മാറുന്നതിനെ കുറിച്ച് പറഞ്ഞ, ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ, ഒരു ഭക്തന്റെ വാക്ക് ഭഗവാൻ ശ്രീ ഭദ്ര സത്യമാക്കും എന്നുള്ളതാ സത്യം. അതിന്റെ തെളിവാ ആനമങ്ങാട് ക്ഷേത്രത്തില് ആ നാരായണീയം പറഞ്ഞ ആ പ്രഭാഷണം ഞാൻ അങ്ങോട്ട് ആ വിഷ്ണുപാദത്തിൽ സമർപ്പിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ സത്സംഗം കുടുംബവും. ആ ചെട്ടിക്കുളങ്ങരയിലെ ഗോപകുമാർ ചേട്ടന്റെ ചേച്ചി ലിജ എന്നോട് ചേച്ചി വിളിക്കരുത് പറഞ്ഞു, അനുജത്യ, പോണ്ടിച്ചേരി ജിപ്മറിൽ ഓപ്പറേഷനാ, തിരിച്ചു വരണേ. ആ ഒരു പ്രാർത്ഥന കുടുംബമായി, സത്സംഗം കുടുംബമായി കൂട്ടത്തോടെയുള്ള പ്രാർത്ഥന, ആ ഒരു സമർപ്പണം, ഗ്രൂപ്പിൽ എല്ലാവരും ചൊല്ലിയിടുന്ന മന്ത്രങ്ങൾ, അത് അവർക്ക് വേണ്ടി പോയി. ഇന്ന് പൂർണ്ണ ആരോഗ്യവതിയായി അവർ ഈ പരിപാടിക്ക് ഇവിടെ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് വന്നിരിക്കുക. ആലോചിച്ച് നോക്കൂ ഭഗവാന്റെ ഒരു മഹിമ. അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കുണ്ട്. അത് ഭക്തന്റെ വാക്ക് ഭഗവാൻ സത്യമാക്കുന്നു. അതിനപ്പുറം ഗായത്രി ജപിക്കുന്ന നാവ് പറയുന്നത് സത്യമായി തീരുന്നു. ഉപാസന ചെയ്യുന്ന, ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ സത്യമായി തീരുന്നു. അതിൻ്റെ സത്യമാണ് ഇന്നും ഇവിടെ ഒരു വ്യക്തി, എൻ്റെ ഭർത്താവ് ഇവിടെ വരാത്തത്. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല, വിളിക്കും, പിന്നീട് ഇപ്പം ചാറ്റിംഗ് ഒക്കെ നടത്തും. മുംബൈയിലാണ് ഞങ്ങളുടെ കുടുംബ. ടീച്ചറെ ഇനി എന്താ ചെയ്യുക, ചികിത്സയൊക്കെ കഴിഞ്ഞു കേട്ടോ, പ്രായം കുറേ ആയി. ചേച്ചിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു രാമേശ്വരം ഒന്ന് പോവൂ, അത് കഴിഞ്ഞ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യൂന്ന്. നമ്മൾ ഓരോ ഉപാസന ചെയ്യുമ്പോഴും ഒരു കൃത്യമായ സമയത്ത് ചെയ്താൽ അതിന് ശരിക്കും ഭഗവാൻ സത്യമായും നമുക്കതിന് ഫലം തരുന്നുള്ളതാ. ടീച്ചറും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഓരോ കർമ്മങ്ങൾ, കർമ്മഫലങ്ങൾ, നമ്മുടെ കർമ്മഫലങ്ങളെ പോലും മാറ്റി നിർത്താൻ ദേവന്മാർക്ക് കഴിവുണ്ട് എന്നാ. മുകളിലേക്ക് ഒരു കല്ലിട്ടു, താഴേക്ക് വരും ഉറപ്പാ, കൈനീട്ടി പിടിച്ചൂടെ, അത്ര ആലോചിച്ചാൽ മതി. ആ പിടിക്കലാണ് നാമജപങ്ങളെ കൊണ്ട് നമ്മൾ മാറ്റി നിർത്തുന്ന ഓരോ കാര്യങ്ങളും. ഇനി അത്രയേ ഉള്ളൂ ശോഭ ടീച്ചർ എന്ന് പറയുക. സത്സംഗം എങ്ങനെ ആ ടീച്ചർക്ക് ഇങ്ങനെ ഉയരാൻ കഴിഞ്ഞേ? മറ്റൊരാളുടെ ചോദ്യം. ടീച്ചർ അത്ര ഉയർന്നിട്ടൊന്നുമില്ല, ചെറിയ ഒരു കുടുംബം.
അപ്പോൾ എങ്ങനെയാ ഇങ്ങനെ സംശയം തീർക്കാൻ തുടങ്ങി. ആ ഗ്രൂപ്പിൽ എല്ലാവരും വന്നു. മറ്റ് ഗ്രൂപ്പുകളെ പോലെ കണ്ടത് മുഴുവൻ വരാതിരിക്കുമ്പോൾ മറ്റുള്ളവർ തമ്മിൽ പറഞ്ഞറിഞ്ഞിട്ട് കേരളത്തിലും മറ്റുള്ളവിടെ എല്ലായിടെ ഉള്ളവരും വരിക. പിന്നെ ഈ പ്രഭാഷണങ്ങൾ അങ്ങനെ കേൾക്കുമ്പോൾ അവരെല്ലാം ആ പ്രഭാഷണത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. അതങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നാരായണീയം കേൾക്കുമ്പോൾ ഭഗവത്ഗീത കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ എന്താണെന്നറിയോ അനുഭൂതി, അതൊരു രഹസ്യ. കാരണം നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂർ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അവിടെ ഒന്നാമത്തെ നിങ്ങളുടെ തുടങ്ങിക്കഴിഞ്ഞാൽ പകുതിയായി എന്നാ പറയുക. മറ്റൊന്ന് എന്താ രഹസ്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ മനുഷ്യർക്കെല്ലാം 3 തരം ആനന്ദങ്ങളാണ്. ഇപ്പോൾ സാധാരണക്കാരന് ഇപ്പോൾ രാവിലെ കുറേ പേര് ഇവിടെ വന്നു, എത്രയും പെട്ടെന്ന് ചോറുണ്ട് പോകണം അല്ലേ, അതവർക്ക് വെറും ലൗകികാനന്ദ. ഇതേ വേണ്ടു. ഭുക്തിമുക്തിപ്രദന ഭഗവാൻ. ലൗകികാനന്ദം ഒന്നാമത്തെ ആനന്ദം. ലൗകികാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? സുഖമായിട്ട് ഭാര്യയും കുട്ടികളും എല്ലാവരും ആയി കുടുംബത്തിൽ ഇതന്നെ ഗൃഹാന്തകൂപേ പതിതു യഥാ പശു. ഭാഗവതം പറയുന്നത് പോലെ ഇതന്നെ സുഖം എന്ന് പറയും. പ്രഹ്ലാദൻ പറയില്ലേ, ചൊറിമാന്തി സുഖം. വരട്ടച്ചൊറി പിടിച്ചവൻ ഞാൻ ചൊറിയുമ്പോൾ വലിയ സുഖാത്രേ, കുറച്ച് കഴിഞ്ഞാലോ അവിടെ നീറ്റലായി പുകച്ചിലായി. അതുപോലെയാണ് ലൗകികാനന്ദം. കുറച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. അത് പിന്നെ വേണ്ടേ ചോദിച്ചാൽ അതൊക്കെ കുറച്ചു കാലം അനുഭവിക്കാം. അതിനാ 4 ആശ്രമങ്ങൾ. രണ്ടാമത്തെ ആനന്ദമാണ് നിങ്ങളിപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ കണ്ടത്. അതാണ് ഭജനാനന്ദം. ആ ഭജന എങ്ങനെ പാടും? പാറും കേടി എന്ന് പാടുമ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ താളം പിടിച്ചത്, അത് നിങ്ങൾക്ക് കിട്ടുന്ന ഭജനാനന്ദം. മൂന്നാമത്തെ ആനന്ദം, അതങ്ങടി എത്താനാ പ്രയാസം. അതാണ് എന്ത്? ബ്രഹ്മാനന്ദം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്ന് നിങ്ങൾ പ്രഭാഷണങ്ങൾ കേട്ട്, ഇപ്പൊ പാട്ടുപാടി ഒരാളെ ഇരുത്താം, ഡാൻസ് കളിച്ച ഒരാളെ ഇരുത്താം, ഈശ്വരന്റെ കഥകൾ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരാനന്ദം ഇല്ല. അത് തന്നെ എന്ത്? ബ്രഹ്മാനന്ദം എന്ന് പറയാം. കാരണം അതൊരു അനുഭൂതിയാ, അനുഭവിച്ച് തന്നെ അറിയണം. എങ്ങനെയാ? കൽക്കണ്ട വായലിട്ടു, നല്ല മധുര, കൽക്കണ്ടം കഴിയാത്തവനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ സത്സംഗ വേദികളിൽ അങ്ങനെ എത്തിപ്പെട്ട് ആ കഥകളിൽ അങ്ങനെ ലയിച്ച് സർവം മറന്ന്, ഈ ശരീരത്തെ മറന്ന്, ഞാൻ ആത്മാവാണ്, എനിക്ക് പോകേണ്ടുന്ന അന്വേഷിക്കേണ്ട സ്ഥലം മറ്റൊന്നാണ്, എൻ്റെ ജീവിത ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരവസ്ഥ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരേപോലെ എന്ത് വന്നാലും ഗീത പറയുന്നത് പോലെ ദുഃഖമായാലും സുഖമായാലും ഒന്നും എനിക്ക് കുഴപ്പമില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ അങ്ങോട്ട് ഉയരും. അതാണ് ഭജനാനന്ദം കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടുന്ന ബ്രഹ്മാനന്ദം. ഇതെന്താ രഹസ്യം എന്ന് പറയാൻ കാരണമെന്നോ, ഈ ലൗകികാനന്ദം മാത്രം അനുഭവിച്ച് നടക്കുന്ന മായയിൽ മുങ്ങിക്കഴിയുന്ന വ്യക്തികൾക്ക് പലർക്കും ഇതിനോട് താല്പര്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് രഹസ്യമാണെന്ന് പറഞ്ഞത്. അഥവാ ഇത് രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ തലമുറകളില്ല. കാരണം ഭജനാനന്ദം കഴിഞ്ഞ് ബ്രഹ്മാനന്ദം അനുഭവിച്ച, ഭഗവാനെ അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഇരുന്ന, ആ രാവിലെ 6:15 പുല്ലായങ്ങോട്ട് നിവർത്തി 21 ഗായത്രി നമ്മൾ പറയും. എന്താ ഗായത്രി? ഗായന്തം ത്രായതേ ഇതി ഗായത്രി. ഗാനം ചെയ്യും തോറും നമ്മളുടെ ബുദ്ധിയെ, നമ്മളുടെ ആരോഗ്യത്തെ, എല്ലാ കഴിവുകളെയും വർദ്ധിപ്പിക്കാൻ, ഉയർത്താൻ ഭഗവാന് കഴിവുണ്ട്. ഗായത്രി ഉപാസനയാ. വേദം പഠിക്കുന്ന കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുക. 4 വേദങ്ങളിലും ഉള്ളതാണ് ഗായത്രി മന്ത്രം. ഈ ഗായത്രി ദിവസേന ഉപാസിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകളും സത്യമാവും. നിങ്ങൾ എന്നും രാവിലെ ഇപ്പോന്ന് പറഞ്ഞാൽ 6:15 മുതൽ 6:30 വരെ രാവിലെ നിങ്ങൾ കുളിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അത് പല ഗ്രന്ഥങ്ങളിലൂടെ പോകുമ്പോഴാണ് മനസ്സിലാവുക. ഇപ്പോൾ ഹിമാലയ സാനുക്കളിലുള്ളവരൊക്കെ കുളിച്ചിട്ടാണ് നിങ്ങൾ കയ്യും കാലും മുഖമൊക്കെ കഴുകി വേണ്ട ഭാഗങ്ങളൊക്കെ ശുദ്ധാക്കി അവിടെ ചമ്മണം പടിഞ്ഞിരുന്ന് 21 തവണ നിങ്ങൾ സൂര്യഗായത്രി ജപിക്കണം. അപ്പം പറയും ടീച്ചറെ സമയമില്ല, 5 മിനിറ്റേ വേണ്ടു. വേദം എന്ന് പറഞ്ഞ അറിവാ. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് 4 വയസ്സിൽ ശരിക്ക് ബ്രാഹ്മണനാവണമെങ്കിൽ വേദം പഠിക്കണം എന്ന് തിരുമേനി തന്ത്രി ഇവിടെ പറഞ്ഞില്ലേ. അറിവ് നേടുമ്പോഴാ ബ്രാഹ്മണനാവണേ, അത് പകർന്നു കൊടുക്കുമ്പോഴാ ബ്രാഹ്മണനാവുന്നേ. ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനം ഉള്ളവൻ ബ്രാഹ്മണൻ. അപ്പൊ വേദം പഠിക്കാത്തവൻ ആരല്ല? ബ്രാഹ്മണനല്ല. വേദം പഠിക്കാൻ ആദ്യം എന്ത് പഠിക്കണം? ഗായത്രി ഉപാസന. ഗായത്രി പഠിക്കണം. ആദ്യം ഗായത്രിയാ പറയാ ആചാര്യൻ. ഭാഗ്യം ഉള്ളവർക്ക് മാത്രം
മാത്രമാണ് ആദ്യത്തെ 7 ദിവസം തുടർച്ചയായിട്ട് ഉദയത്തിന് ആ സൂര്യഭഗവാൻ അങ്ങനെ ഉദിച്ചു വരുമ്പോൾ എങ്ങനെയാ സൂര്യൻ ഉദിച്ചു വരിക? പച്ചക്കുതിരകളെ പൂട്ടിയ ആ തേരിൽ സൂര്യഭഗവാൻ രഥചക്രം ഉരുട്ടി നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങനെ വരും. ആ സമയത്ത് നിങ്ങളിരുന്ന് ഗായത്രി ജപിക്കുക. ഒരുപാട് മാറ്റങ്ങൾ. ഞങ്ങളുടെ ഗ്രൂപ്പിലെ വേദം ഗ്രൂപ്പിലെ അമ്മ ശ്വാസം മുട്ടല, കമല ചേച്ചി എനിക്ക് ചൊല്ലാൻ വയ്യ, ഗുരു ആചാര്യ എന്നാ വിളിക്കുക, ശ്വാസം മുട്ടുക പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ഗായത്രി രാവിലെ എഴുന്നേറ്റിരുന്ന് അങ്ങോട്ട് ജപിച്ചോളൂ, നിങ്ങളുടെ ശ്വാസം മുട്ട് മാറും. ഇപ്പൊ ഒരു സുന്ദരമായിട്ട് അത് ഓരോ ശ്ലോകങ്ങളും ചൊല്ലണു. സൂക്തങ്ങളാട്ടോ, ശ്ലോകങ്ങളൊക്കെ ഗ്രന്ഥങ്ങളിലാണ്, ഓരോ സൂക്തങ്ങളായിട്ട് ചൊല്ലുക. അപ്പോൾ ഗായത്രിയെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാട്ടോ. ഗായത്രി എന്ന് പറഞ്ഞാൽ സൂര്യഗായത്രി, പിന്നെ സർവ്വദേവതാ ഗായത്രികളുണ്ട്, ഓരോ ദേവന്മാർക്കും ഗായത്രി ഉണ്ട്. നമ്മളെല്ലാവരും ഉപാസിക്കുന്ന സൂര്യഗായത്രി ഒന്ന് ഞാൻ സ്വരിച്ച് ചൊല്ലാം. അത് വലിയ ഒരു അനുഗ്രഹ. കാരണം നമ്മൾ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റുള്ള ഈ മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന ശരിക്കും ഗായത്രി നമ്മൾ ആ നീട്ടലും കുറുക്കലും ശരിയല്ലെങ്കിൽ വേദങ്ങളിൽ അക്ഷരങ്ങളിലാണ് ദേവതകൾ കുടികൊള്ളുന്നത്. ആ അക്ഷരങ്ങളുടെ ഉയർച്ചയും താഴ്ചയും. ഇവിടെ നവീകരണ കലശം വരുന്നുണ്ട്. അഷ്ടബന്ധ കലശമൊക്കെ ചെയ്യുമ്പോൾ, അഷ്ടബന്ധം എന്ന് പറഞ്ഞാൽ 8 സാധനങ്ങൾ ഇട്ടിട്ട് നമ്മുടെ ഭാരതപ്പുഴയിലെ ഇതൊക്കെ പരലൊക്കെ ഇട്ടിട്ടാണ് അത് കുത്തി ഉടച്ചുണ്ടാക്കുക. അതിനുള്ള പശ 12 വർഷം കഴിയുമ്പോൾ ബിംബത്തിന് ഇളക്കം വരുന്ന ആ അഷ്ടബന്ധം എന്ന് പറഞ്ഞ ഒരു പശ ഉണ്ടാക്കി ഇടിച്ച് ഈ ബിംബത്തിനെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിലിട്ട പുറത്ത് ഈ തന്ത്രി ഇത് ഉറപ്പിക്കുന്ന സമയത്ത് നാമം, അതായത് സൂക്തങ്ങൾ ചൊല്ലും. ആ സൂക്ത മന്ത്രങ്ങളുടെ ശബ്ദത്തോടൊപ്പം പുറത്ത് നിന്ന് മരപ്പാണിയിലും മറ്റും കൊട്ടും. ആ കൊട്ടുന്ന ശബ്ദം തോ തെയ് എന്നൊക്കെയാണ് കൊട്ടുക. ആ ശബ്ദവും ഈ സൂക്തങ്ങളുടെ ശബ്ദവും ചേർന്നാൽ മാത്രമേ ആ പ്രതിഷ്ഠ ഉറയ്ക്കൂ എന്നാ പറയുക. അല്ലെങ്കിൽ അത് ശരിയാവില്ല. എങ്കിലേ ദേവചൈതന്യം അവിടെ കുടികൊള്ളൂ. അപ്പോൾ ഓരോ ഇതിലും ഇപ്പോൾ ഓരോ ഭാഗത്തും വേദമന്ത്ര പഠനമൊക്കെ തുടങ്ങി പലരും പല തരത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അബദ്ധങ്ങളിൽ പോയി ചാടാതെ സ്വരങ്ങളുടെ പ്രത്യേകതയെ കുറിച്ചറിയുക. ഗായത്രി എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് സ്വരത്തോടു കൂടി ജപിക്കാം. ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. എന്തേ മാറ്റം തോന്നിയോ? അതായത് ഇതിൽ ചൊല്ലുമ്പോൾ തെറ്റിക്കുന്നത്, ഇപ്പോൾ ഓം എന്ന് ജപിക്കുമ്പോൾ ഓം ചുണ്ട് കൂടി വരുമ്പോഴാണ് ഓങ്കാരം മുഴുവനാകുന്നത്. ഭൂ എന്നുള്ളത് അവിടെ ദീർഘമുണ്ട്. ഭൂർ എന്നാണ് എല്ലാവരും ചൊല്ലുക. ഭൂർ ഭൂ വ താഴത്തേക്ക് ഇറങ്ങണം. സോ എന്നുള്ളതിന് സ്വരിതണ്ട്, മുകളിൽ ഒരു വര കാണാം, ഉയർത്തണം. ഇങ്ങനെ ഗായത്രി ചൊല്ലുമ്പോൾ അവസാനത്തിൽ കുട്ടികൾ ധീമഹി എന്ന് ചൊല്ലും. ഹീന്ന് നീട്ടാൻ പാടില്ല. ധീമഹി ധിയോ യാ താഴ്ത്തണം. ധിയോ യോ നഫ് നാ കഴിഞ്ഞ 2 വിസർഗം കാണാം, അവിടെ ഒന്ന് ഉയർത്തണം. ഫ് എന്നുള്ള ശബ്ദം വരും പാ അടുത്ത് വരുമ്പോൾ. പ്രചോദയാത് അവിടെ ദീർഘസ്വരിത 2 വര കാണാം. ഇങ്ങനെ അവസാനം റിതമിക്കായിട്ട് വേണം ഓരോ സൂക്തങ്ങളും അവസാനിപ്പിക്കാൻ. ഇത് ഇങ്ങനെ നിങ്ങൾ 21 തവണ എത്ര ദിവസം? 7 ദിവസം കൂടി ജപിച്ചു നോക്കൂ. സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുമ്പോൾ വേണം ജപിക്കാൻ. ഭഗവാന്റെ കണ്ണാണ് സൂര്യൻ എന്നാ പറയുക. ആ കണ്ണ്, ആ സൂര്യഭഗവാൻ ഈ ലോകത്തിൽ വളരെ ചുരുക്കം പേരാ ഗായത്രി ജപിക്കുന്നവര്. പുട്ടപർത്തിയിലൊക്കെ പോയാൽ കാണാം ഒരുപാട് പേര് ഗായത്രി ജപിക്കുന്നു രാവിലെ ഇരുന്നിട്ട്. അതുകൊണ്ട് ഗായത്രി ഒന്നങ്ങോട്ട് ശീലാക്കുക. ഒരുപാട് അസുഖങ്ങൾക്ക് നിങ്ങൾക്ക് മാറ്റം കാണാം. ഇനി ഒരു സൂക്തം, ഇന്നലെ അവതരിപ്പിച്ച സൂക്തം കൂടി, വേദസൂക്തങ്ങളൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു പലരും. എനിക്ക് സത്യം പറഞ്ഞ ഭഗവതിയുടെ മുന്നിൽ പറഞ്ഞ ഞാൻ എൻ്റെ ആചാര്യം പറഞ്ഞ അത്രയൊന്നും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം കർക്കടകത്തിൽ ആകെ ഒരു തിരക്കായിരുന്നു. 4 ഞായറാഴ്ച പോരാഞ്ഞിട്ട് 2 ശനി രാവിലെയും വൈകുന്നേരം ഒക്കെ പാലക്കാട് പോയിട്ട് ചെയ്തു. ഞായറാഴ്ച ക്ലാസ് എന്ന് പറയുമ്പോൾ ആദിയോഗിയിലൊക്കെ പോയിട്ട് അനന്തേട്ടൻ്റെ ഒപ്പം നിന്നിട്ട് ഞാൻ ആ ക്ലാസ് ഓണാക്കിയിട്ട് ആചാര്യൻ ചൊല്ലാൻ പറയാം നാരായണ സൂക്തം. അപ്പം
ഞാനിങ്ങനെ പുറത്താണ് എന്ന് പറഞ്ഞിട്ട് അതിന്ന് സ്കിപ്പായി പോന്നു. മോനൊക്കെ ദേഷ്യം വന്നു. പല ക്ലാസ്സുകളും എനിക്ക് മിസ്സായി. അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ്സിൽ എനിക്ക് എ ഗ്രേഡാണ്. പിന്നെയൊക്കെ ഇങ്ങനെ കീഴ്പ്പെട്ട് വരാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജാ, ആബ്സെൻ്റ് ആൾസോ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ആബ്സെൻ്റ് എന്തായിട്ട് മാർക്ക് കുറയ്ക്കാൻ പരിഗണിക്കുന്നു. ആയിക്കോട്ടെ, മാർക്കൊന്നും നമുക്ക് വിഷയമല്ല. അങ്ങനെ പിന്നെ അവസാന റൗണ്ട് എത്തിയപ്പോഴേക്ക് സാർ എന്തോ എന്നെയും വേറൊരു ചേച്ചീനെയും ഞങ്ങളുടെ ഈ ക്ലാസ് റൂമിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അവിടെ എനിക്ക് നീളാ സൂക്തം തന്നു. ഈ ഭഗവതിക്ക് മുമ്പിൽ, അതായത് നീള എന്ന് പറയുന്നത് നമ്മുടെ ഗംഗ തന്നെയാണ്. നമ്മുടെ നീള എന്ന് പറയുന്നത് വിഷ്ണു പത്നിയാണ് എന്നാ പറയുക. ഈ ശ്രീ ഭഗവതിക്ക് മുമ്പിൽ ഒരു നീളാ സൂക്തം ഞാൻ സമർപ്പിക്കാം. ഓം നീളാദേവീഗം ശരണമഹം പ്രപദ്യേ ഗൃണാഹി ഘൃതവതി സവിതരാധിപത്യൈഃ പയസ്സുതി രന്തിരാശാനോ അസ്തു ധ്രുവാ ദിശാ വിഷ്ണുപത്ന്യഘോരാശേഷാന സഹസൂയാമനോദാ ബൃഹസ്പതിർമാതരിശോദവായുഃ സന്തുവാനാവാത അഭിനോ ഗൃണന്തു വിഷ്ടംഭോ ദിവോ ധരുണഃ പൃഥിവ്യാ അസ്യേഷാന ജഗതോ വിഷ്ണുപത്നി. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ ശാന്തി മന്ത്രം നോക്കൂ. നമ്മൾ ശാന്തി ശാന്തി പറഞ്ഞു പോവാറല്ലേ? അങ്ങനെ ചൊല്ലുന്നതും ഉണ്ട് കേട്ടോ. തൈത്തിരിയൊക്കെ ചൊല്ലുമ്പോൾ ചില മന്ത്രങ്ങൾ, കഠോപനിഷത്തിലെ മന്ത്രങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഈ സൂക്തങ്ങൾ വേദമന്ത്രത്തില്, ഋഗ്വേദത്തിലും യജുർവേദത്തിലും ഉള്ള സൂക്തങ്ങൾ ചൊല്ലുമ്പോൾ, ശാന്തി മന്ത്രം ചൊല്ലുമ്പോൾ ഓം ശാന്തി താഴ്ത്തണം. പിന്നെ വിസർഗം അതുകൊണ്ട് അവിടെ എന്നുള്ള ശബ്ദം വരും. ശാന്തി ശാന്തി, അവസാനത്തെ ശാന്തി പൊന്തിക്കണം എന്നാ. ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതായത് എന്താ ചൊല്ലിയത്? വേദമന്ത്രങ്ങൾ. ഏത് മന്ത്രവും ഇപ്പോൾ ഒരുപാട് നാരായണീയക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഭാഗവതക്കാരുണ്ട് അല്ലേ? നാരായണീയം ഇതും വായിക്കും മനസ്സിലാവില്ല, ജ്ഞാനപ്പാനി ഹരിനാമകീർത്തനും മനസ്സിലാവാറുണ്ട് ടീച്ചറെ എന്ന് പറയുന്നവരുണ്ട്. ഏതൊരു ഗ്രന്ഥം എടുത്താലും നമ്മുടെ ഉപദേശം തരാനുള്ള ഏറ്റവും നല്ല വ്യക്തികൾ ഗ്രന്ഥങ്ങളാണ്. നമുക്ക് ഉപദേശം കിട്ടുന്നതൊക്കെ പലതും തെറ്റാ. ഗ്രന്ഥങ്ങൾ നമ്മളോട് അങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. വേദങ്ങൾ ഒരു പ്രഭുവിനെ പോലെ നമ്മളോട് ആജ്ഞാപിക്കുമ്പോൾ, ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒരു കാമുകൻ കാമുകിയോട് പറയുന്നത് പോലെ, ഭർത്താവ് ഭാര്യയോട് പറയുന്നത് പോലെ, സുഹൃത്ത് ഉപദേശിക്കുന്നത് പോലെ നമ്മളോട് ഒരേ വേദസാരം പറയാം. ഈ വേദമന്ത്രം ഇപ്പൊ ജപിച്ചതിന്റെ അർത്ഥം എന്താണോ? ഓം നീളാദേവീഗും ശരണമഹം പ്രപദ്യേ. നീളാദേവി, വിഷ്ണു പത്നിയായ നീളാദേവി, അമ്മേ അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു, ഞങ്ങള് അമ്മയെ വന്ദിക്കുന്നു എന്നാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ടോ സവിതാവായ ഈ സൂര്യദേവൻ ഞങ്ങളുടെ ഈ ഗ്രാമത്തെ, ഐശ്വര്യമുള്ള ഈ ഗ്രാമത്തെ നെയ്യും പാലും കൊണ്ട് സമൃദ്ധമാക്കട്ടെ. നെയ്യും പാലിൻ്റെയും സവിശേഷത ഒരുപാടാ. പഞ്ചഗവ്യം പറഞ്ഞാൽ അതില്ലാതെ നടക്കില്ല. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആവശ്യമുള്ള 2 വസ്തുക്കളാണ്. പ്രോട്ടീൻ ആണെങ്കിലും വിറ്റാമിൻ ആണെങ്കിലും ഇത്. പൂജാതി കാര്യങ്ങൾക്ക്, ഹോമങ്ങൾക്ക് ഇതില്ലാതെ വയ്യ. അതുകൊണ്ടാണ് അങ്ങനെ വേദമന്ത്രം വന്നിട്ടുണ്ടാവുക. അതിനുശേഷം പറയാ, ബൃഹസ്പതിയും വായു ഭഗവാനും ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു കാറ്റ് പോലെ, ചൂടൊന്നും തോന്നുന്നില്ലല്ലോ. അതായത് കാറ്റിൻ്റെ അധിപനായ വായു ഭഗവാൻ ഞങ്ങളുടെ അടുത്തുകൂടി മന്ദം മന്ദം വീശട്ടെ. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ നീളാദേവിയായ വിഷ്ണു പത്നിയായ അമ്മയുടെ മുന്നിൽ ഈ സൂക്തം സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഗീതയിലേക്ക് കടക്കാം. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരുപാട് ഉപദേശങ്ങൾ ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. എല്ലാവരും ചോദിക്കും, ടീച്ചറെ കഴിഞ്ഞ ജന്മം ഉണ്ടോ, അടുത്ത ജന്മം ഉണ്ടോ, എത്ര ജന്മം ഇപ്പം നമ്മൾ എടുത്തുണ്ടാവും? നമ്മളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഭഗവത്ഗീതയിലുണ്ട്. ഈ ഗീതയില് ഭഗവാൻ ആദ്യം എന്താ, അർജുന വിഷാദ യോഗം. അർജുനൻ അയ്യോ കൃഷ്ണ എനിക്ക് വയ്യാട്ടോ, നകാംക്ഷേ വിജയം കൃഷ്ണ, തളർന്നിരുന്നു. ആ സമയത്ത് സാംഖ്യയോഗം 2-ാമത്തെ അധ്യായത്തിൽ ആത്മാവിനെ കുറിച്ച് മാത്രം പറയാ. ആത്മാവിനെ കൊല്ലുന്നുമില്ല, ചാകുന്നുമില്ല. എന്താ പറഞ്ഞ, നീ വധിച്ചോ, അത് നിന്റെ കർമ്മമാണ്, നീ ക്ഷത്രിയനാണ്, യുദ്ധം ചെയ്യൂ
മൂന്നാമത്തെ അധ്യായം എത്തുമ്പോൾ കർമ്മയോഗം അങ്ങോട്ട് ഉപദേശിക്കാം. ഇതൊക്കെ ഉപദേശിച്ച് കഴിഞ്ഞ സമയത്ത് നാലാമത്തെ അധ്യായം സന്യാസയോഗം, ജ്ഞാനകർമ്മ സന്യാസയോഗത്തിലെ സന്യാസയോഗം എന്നും ചില ബുക്കിൽ കാണാം. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു വന്നപ്പോൾ കൃഷ്ണൻ പറയാണ്, ഞാൻ ഈ കർമ്മയോഗം, വിശിഷ്ടമായ ഈ കർമ്മയോഗത്തെ കുറിച്ച് സൂര്യഭഗവാന് സൂര്യദേവന് ഉപദേശിച്ചു. ആദ്യം ആ സൂര്യദേവൻ സ്വന്തം പുത്രനായ മനുവിന് ഉപദേശിച്ചു. ആ മനു സ്വന്തം പുത്രനായ ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇക്ഷ്വാകു പിന്നെ ഇക്ഷ്വാകു വംശജനായ ശ്രീരാമചന്ദ്രൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് രാജാക്കന്മാർ, അന്ന് രാജാക്കന്മാർ രാജർഷികൾ എന്നാ അറിയപ്പെടുക. എന്താ അതിന്റെ പ്രത്യേകത? രാജാവാണെങ്കിലും സുഖലോലുപതകൾ ഉണ്ടെങ്കിലും ഋഷീശ്വരന്മാരെ പോലെ അവരവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ആരാധനകളെല്ലാം നമ്മുടെ ജീവിതം അടുക്കും ചിട്ടേ ആക്കുന്നതിനാ. ഈ ഋഷീശ്വരന്മാരെ പോലെ ജീവിച്ച രാജർഷിമാരോടുകൂടി അർജുന ഈ കർമ്മയോഗം എവിടെയോ കാലക്രമേണ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. ഈ 3 ശ്ലോകത്തിൽ ഇത് പറഞ്ഞപ്പോ അർജുനൻ തിരിച്ചു ചോദിക്കുകയാണ്, പുളു അടിക്കണ്ടാട്ടോ കൃഷ്ണ തന്നെയാ പറയുന്നത്. പറയാ, എന്റെ കൃഷ്ണ, ഞാനും അങ്ങും ഒരേ സമയത്താ ഏകദേശം ഇവിടെ ഇങ്ങനെ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ എങ്ങനെയാ ഇത്രയും കാലം മുമ്പുള്ള സൂര്യദേവൻ അങ്ങ് ഉപദേശം കൊടുക്കുക? എന്തിനാ ഇങ്ങനെ പറയുന്നത്? അത് എങ്ങനെ സാധിക്കൂ? എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഭഗവാൻ പറയുന്ന ഒരു ഉത്തരണ്ട്. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. ഹേ പരന്തപ. എന്താ പരന്തപ? ശത്രുക്കളെ തപിപ്പിക്കുന്നവനെ അർജുനനെ വിളിക്കുക. അർജുനനോട് പറയാണ്, ബഹൂനിമേ വ്യതീതാനി, ഹേ അർജുന, എനിക്കും നിനക്കും അനേക ജന്മങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഞാൻ അതറിയുന്നു, ഹേ വീര, നീ അതറിയുന്നില്ല. ഇതന്നെയാ നമ്മളോടുള്ള ഉത്തരം. നമുക്കെല്ലാം ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു. ഞാനിപ്പന പറയുന്നു, ഈച്ചയായി, പൂച്ചയായി, പട്ടിയായി, പഴുതാരയായി, അവസാനം സുഹൃതം കൂടിയപ്പോൾ മനുഷ്യനായി. ഇന്ന് മനുഷ്യനായാൽ മാത്രം പോരാ, ഇപ്പൊ എത്രയോ വർഷം കഴിഞ്ഞു. ജ്യോതി ചേച്ചി പറഞ്ഞു, ടീച്ചറെ ഞാൻ തുടങ്ങാൻ വൈകിട്ടോ, ആനമങ്ങാട്ടിക്കൊന്നും വരാൻ പറ്റിയില്ല, ഇപ്പോ വൈകി ഓടിക്കേറിയതാണ് ഈ സത്സംഗം ഗ്രൂപ്പില് വാഹനത്തിൽ എന്ന് പറഞ്ഞു. സത്യം, ഒരു ഭർത്താവ് എത്രയോ വർഷമായിട്ടുണ്ട്. നമുക്ക് പക്ഷേ അനുഗ്രഹം, ഭഗവാന്റെ ഈ ശ്രീ ഭഗവതിയുടെ അനുഗ്രഹം ഇങ്ങോട്ട് ലഭിക്കുമ്പോൾ നമ്മളെ ഭഗവതി ഇങ്ങോട്ട് വിളിക്കും. ഇന്നിവിടെ എത്താം എന്ന് ഏറ്റ പലർക്കും എത്താൻ കഴിഞ്ഞില്ല. വരാൻ പറ്റുണ്ടാവോ അറിയില്ല ടീച്ചറെ, ഞങ്ങൾ സ്ത്രീകളല്ലേ എന്ന് പറഞ്ഞ് പലർക്കും ഇന്നിവിടെ എത്തി സ്റ്റേജിൽ കയറാൻ ഒരു അനുഗ്രഹം ഭഗവതി നൽകി. മുത്തശ്ശിയാറാവിലെ അമ്മ മുത്തശ്ശി വിചാരിക്കുക ഇന്ന് ഇന്ന റോല്, ഇന്ന കസേരയിൽ ഇന്ന ആളിരിക്കണം എന്നുള്ളത്. ഞാൻ ഒരുപാട് തവണ ലിസ്റ്റ് ഇട്ടു എൻ്റെ മാതൃസമിതി പുറമണ്ണൂരിൽ. തിരിഞ്ഞ് മറിഞ്ഞ് അവസാനം 14 ആളാവില്ല എന്ന് എഴുതിയിട്ട് 10-16 ആൾ മേൽക്കുമീതിരുന്ന് വന്നു എന്നാണ് എന്നോട് പറഞ്ഞ്. അത് കേൾക്കുമ്പോഴത്തെ ഒരു സന്തോഷം, ആ ഒരുമ. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ കാണുക? ഒരുമ, സ്നേഹം, സേവനം, ഐക്യം. ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാം. വേറെ ഇവിടെ ഈ ഒരുമ കാണാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അർജുനന് ക്ലിയറായി. എന്താ പറയുന്നത്? നമുക്കെല്ലാം ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു. സുഹൃതം കൊണ്ടൊരു മനുഷ്യജന്മം കിട്ടി. ഈ ജന്മത്തിലെ കർമ്മങ്ങളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ നമ്മൾ എവിടെ എത്തി? സത്സംഗ വേദികളിലെത്തി, പ്രഭാഷണ വേദികളിലെത്തി. എന്താ പ്രഹ്ലാദൻ പറഞ്ഞ്? ശ്രവണം കീർത്തനം. ഒരുപാട് കേൾക്കണം, പിന്നെ അങ്ങനെ കീർത്തിക്കാൻ തോന്നും. ടീച്ചർ എങ്ങനെ ആയി തോന്നി ചോദിച്ചില്ലേ? ടീച്ചറെ പോലെ ഇരുന്ന് നിങ്ങൾക്കും പറയാൻ കഴിയും നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ. കാരണം ഒരുപാട് കേൾക്കുമ്പോൾ നമുക്ക് കീർത്തിക്കാൻ തോന്നും. ഞാൻ ചെറുതാകുമ്പോൾ ആലക്കിൽ അമ്പലത്തിൽ ഇങ്ങനെ രാമായണമൊക്കെ കേൾക്കുമ്പോഴേ ഞാൻ അങ്ങനെ വിചാരിക്കും, എനിക്കിങ്ങനെ ഇരുന്ന് ഇതൊരു പ്രഭാഷണം ചെയ്യണം, എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ സ്വന്തം ഇങ്ങനെ പ്രഭാഷണമൊക്കെ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അത് സത്യമാക്കി ആ ശ്രീഭദ്ര. ഇപ്പം എത്രയോ ക്ഷേത്രങ്ങളിലൂടെ ഒരിടത്തും ഞങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടല്ല, അവരിങ്ങോട്ട് വിളിച്ച് നമ്മളെ ക്ഷണിച്ച് ആദരവോടുകൂടി തന്നെ അവിടെ പ്രഭാഷണം നടത്തിക്കുക. അപ്പോൾ ഗീത ഇതാണ് പറയുന്നത്. അതായത് മാമനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ. എന്നെ ചിന്തിക്കുന്ന നിന്റെ മനസ്സ് എങ്ങോട്ടെത്തുന്നു? എന്നിലേക്ക് തന്നെ വിലയം പ്രാപിക്കുന്നു. നിങ്ങൾക്കൊരു തോന്നലുണ്ട്, എന്താ? എനിക്കും എന്തൊക്കെയോ പാപങ്ങളുണ്ട്, ഞാൻ കുറേ ദുഷ്ടത്തരം ചെയ്തു. ദുഷ്ടത്തരം അറിയാതെ അറിഞ്ഞും ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഒരു കൂറ വന്നു, തച്ചി കൊന്നേ പറ്റൂ, അല്ലെങ്കിൽ തുണി വെട്ടും, ഇല്ലേ? അങ്ങനത്തെ ദുഷ്ടത്തരം ചെയ്യും. നടന്നു പോകുമ്പോൾ അറിയാതെ, ഇപ്പോൾ അമ്പലത്തേക്ക് വരുമ്പോൾ ചെറു ജീവജാലങ്ങളെ കൊല്ലും.
അതൊക്കെ നമ്മളുടെ പാപത്തിൽ വരുന്നതാണ്. അത് അഗ്നി പോലെ അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും പൊള്ളുന്നുള്ളതാ. പക്ഷെ നാമവും അഗ്നിയെ പോലെ ഈ പാപങ്ങളെ എല്ലാം എരിക്കാൻ ജ്ഞാനാഗ്നിക്ക് കഴിവുണ്ട്. ജ്ഞാനം അറിവാണ്, ഈശ്വരൻ അറിവാണ് ഭക്തി. ഇങ്ങനെ ഈ സത്സംഗവേദിയിൽ എത്തിപ്പെടണമെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം തന്നെ വേണം. നമുക്ക് തോന്നും നമ്മുടെ കഴിവാന്ന്, നമുക്കൊരു കഴിവുമില്ല. എന്തേ ഉള്ളൂ, ഭഗവതി തീരുമാനിക്കുകയാണ് ആര് എപ്പോ എവിടെയൊക്കെ ഇരിക്കണം എന്നുള്ളത്. ഗീതയിലെ ഭഗവാൻ നമ്മളോട് ഉപദേശിക്കുക, അവസാനം പോയിട്ട് അവസാനത്തെ അധ്യായങ്ങളിൽ പറയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, എന്തേ ചെയ്യണ്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രാരാബ്ദവും അവിടെ വെച്ചിട്ട് ഓടി വന്നില്ലേ, അതന്നെ ഭഗവാൻ പറഞ്ഞത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്വാമി മാ ശുചാ. എന്താ പറഞ്ഞേ? സർവധർമാൻ പരിത്യജ്യ. പൊക്കട്ട് പോണെന്നാണോ? അല്ല, മനസ്സിലാക്കുക, പൊരുൾ അറിഞ്ഞ് ജീവിക്കുക. എന്തേ ഉള്ളൂ, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പതേ 50 വയസ്സ് 2 കൊല്ലം കഴിഞ്ഞാലായി. എന്നെ ഇപ്പൊ ഇതൊക്കെ ചെയ്തേക്ക് തോന്നും ആ ടീച്ചിങ്ങിന് വേണ്ടി ഓടിയ സമയം കൂടി ഇത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഒരു സമയം വെച്ചിട്ടുണ്ട്, നമുക്ക് പാകം വന്നിട്ടുണ്ടോന്നൊന്ന് കുലുക്കുത്രേ. നമ്മളവിടെ നമസ്കരിക്കുമ്പോൾ ഭഗവതി കുലുക്കിയിട്ട് കൊട്ടത്തേങ്ങ പാകം വന്നാലേ നമ്മൾ എടുക്കുക. അതുപോലെ കുലുക്കി പാകം വന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ വിടുത്രേ, നീ ജോലി ചെയ്യാൻ പോയിക്കോ. അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും സ്കൂളിൽ സോഷ്യോളജിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഹയർ സെക്കൻഡറിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CBSE. ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിരുത്തിയത് ഭഗവതിക്ക് തോന്നുക കുറച്ചൊക്കെ പാകം വന്നു, ഇങ്ങോട്ട് പോന്നോട്ടെ. അതുപോലെ പാകം വന്നവരാ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. നീ ഇനി ഇങ്ങോട്ട് വന്നോ എൻ്റെ ഗ്രന്ഥത്തിൽ. കാരണം ഗ്രന്ഥങ്ങളാണ് നമുക്ക് ഉപദേശം തരാൻ ഏറ്റവും ഉത്തമം. ഗ്രന്ഥങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും. ഈ കർമ്മത്തിൽ, ഈ ലൗകികതയിൽ അങ്ങനെ കിടന്ന് ഉഴലുന്നവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥം തുറക്കാൻ സമയം കിട്ടണമെങ്കിൽ 8 24 മണിക്കൂറിന് 8 മണിക്കൂർ ഉറങ്ങിക്കോളൂ, 8 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്തോളൂ. ബാക്കി 8 മണിക്കൂറിൽ എത്ര സമയം ഞാൻ ഗ്രന്ഥങ്ങളുടെ മുന്നിൽ ഇരുന്നു? ഒരു 4 മണിക്കൂറൊക്കെ അങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് ഒരു പാകം വരിക. നാളെ അത്രയൊക്കെ പറയാല്ലേ എന്ന് തോന്നുക. അപ്പോൾ ആ ഗ്രന്ഥങ്ങളിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി അത് ലഭിക്കണമെങ്കിൽ ഭഗവാൻ പറഞ്ഞതുപോലെ സർവധർമാൻ പരിത്യജ്യ, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓടി വരിക ഗ്രന്ഥത്തിന് മുന്നിലേക്ക്. പിന്നെന്ത് ചെയ്യുക, മാമേകം ശരണം വ്രജ, എന്നെ അങ്ങോട്ട് ശരണം പ്രാപിക്കുക. ഇനിയോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും തെറ്റ് ചെയ്തു മോക്ഷം കിട്ടില്ലാവോ, പാപം ചെയ്തുല്ലോ. അതാ പറയുന്നത്, അഹം ത്വാ സർവപാപേഭ്യോ, നിങ്ങളുടെ സർവ പാപങ്ങളും ഏറ്റെടുക്കാൻ ഞാനിവിടെ ഉണ്ട്. മോക്ഷയിഷ്യാമി, ശേഷം മോക്ഷം തരാനും. മാ ശുച, നിങ്ങൾ ദുഃഖിക്കണ്ട. ഈ ഒരു ശ്ലോകം പോരെ നമുക്ക്? ഇനി എന്തെങ്കിലും ഉണ്ടോ? ചെയ്തതൊക്കെ ചെയ്തു തീർന്നു. ബൈഗോൺസ് ആർ ബൈഗോൺസ്, എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഇങ്ങനെ ഒരുപാട് സത്സംഗവേദികളിൽ ഗീത കേട്ട് നാരായണീയം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോകുക. ഇത്രയും പറഞ്ഞ് ഞാൻ ഗീത അവിടെ സമർപ്പിക്കുകയാണ്. ഇനി മറ്റൊന്ന് ഒരമ്മ പറഞ്ഞത്, ടീച്ചറെ കുറെ കാലമായി ഞങ്ങൾ ഈ നവാഹം കേൾക്കണു, അതിലെ ഒരു കഥ ടീച്ചർ പ്രസന്റ് ചെയ്യണേ. ചോദിച്ചത് നന്നായി തോന്നി എനിക്ക്. അമ്പലത്തിൽ ചോദിച്ചപ്പോൾ ടീച്ചർ ഭക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞോളൂ, ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റണ ഒരു വിഷയം പറയൂ എന്നാ പറഞ്ഞ്. ഇനി ദേവി ഭാഗവതം, ആദ്യമായിട്ടാണ് ഞാൻ ദേവി ഭാഗവതം പറയുന്നത്. ശ്രീ ഭഗവതിക്ക് മുമ്പിൽ ദേവി ഭാഗവതം ഒരു കഥ ഞാൻ സമർപ്പിക്കാം. ദേവി ഭാഗവതം വ്യാസഭഗവാൻ ഭാഗവതം രചിച്ചതുപോലെ രചിച്ചതാണ് ദേവി ഭാഗവതം. ഈ ദേവി ഭാഗവതത്തില് നമുക്കെല്ലാം 2 വലിയ തത്വങ്ങൾ പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. ഭാഗവതത്തിലെ പോലെ തത്വപ്രധാനമായ വലിയ വലിയ കഥകളൊന്നും ദേവി ഭാഗവതത്തിൽ ഇല്ല. അത് നവാഹം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. പക്ഷേ സുദർശനൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കഥ ആദ്യത്തെ ഭാഗത്ത് വരുന്നുണ്ട്. ഒരു രാജാവിന് 2 ഭാര്യമാര് പണ്ട് ഇഷ്ടം പോലെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഈ രാജാവിന് 2 ഭാര്യമാരിലും കുട്ടികളും ഉണ്ടായി. ആ സമയത്താണ് ഇദ്ദേഹം നായാട്ടിന് പോയപ്പോൾ അങ്ങോട്ട് മരിച്ചു. ആ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സുദർശനനാണ് മുതിർന്ന കുട്ടി, മനോരമ എന്ന ഭാര്യയുടെ മകൻ. പിന്നെയോ ഒരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ ഈ 2 ഭാര്യമാരും കൂടിയും തമ്മിൽ ലീലാവതി. അപ്പോൾ ഇവരുടെ അച്ഛന്മാർ വരിക ഈ ഭാര്യമാരുടെ, എന്നിട്ട് ഇവർ തമ്മിൽ യുദ്ധമായി. ആരേനെയാ? എൻ്റെ മകളുടെ കുട്ടീനെ രാജാവാക്കണം, എൻ്റെ മകളുടെ കുട്ടീനെ രാജാവാക്കണം. ഒരു പേരുകളൊന്നും അല്ല പ്രധാനം. അങ്ങനെ ഈ സുദർശനനും മനോരമയും അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടു. മറ്റേ കുട്ടീനെ അവർ രാജാവാക്കി. ഇവിടുന്ന് നാട്ടിൽ നിന്ന് അവർ ഓടിച്ചു വിട്ടപ്പോൾ
അവർ ആശ്രമത്തിൽ, ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ കാട്ടിൽ പോയി താമസിക്കുക. അവിടെയും ചെന്നു കുട്ടിയെ കൊല്ലാൻ. പക്ഷേ മഹർഷീശ്വരന്മാരല്ലേ, ഇത്ര പോകുന്നൊരു കുട്ടി നിങ്ങളെ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അദ്ദേഹത്തെ. അങ്ങനെ ആ കുട്ടി അവിടെ വളർന്നു വരുന്ന സമയത്ത് അറിയുന്നവരുണ്ടായിരിക്കൂലേ, ഈ കുട്ടി സുദർശനൻ ആശ്രമത്തിൽ വളർന്നു വരികയാണ്. ഭരദ്വാജ മഹർഷി, മനോരമ അവിടെ താമസിക്കുന്നുണ്ട്. കുട്ടി ഇങ്ങനെ മുനികുമാരന്മാരുടെ കൂടെ ഓടി നടക്കുക. ഒരു ദിവസം ഒരു കുട്ടി ഇവനെ ക്ലീബ എന്ന് പറഞ്ഞ് കളിയാക്കി, പരിഹസിച്ചപ്പോൾ, നമ്മളെ കുട്ടികളാണെങ്കിൽ സാധാരണ കുട്ടികൾ എന്താ ചെയ്യുക, കരഞ്ഞു വിളിച്ച് നമ്മുടെ അമ്മയോട് പരാതി പറയും. നമ്മുടെ അടുത്ത് ഈ കുട്ടി ആ രണ്ടക്ഷരങ്ങളെ ശ്രദ്ധിച്ചു. ക്ഷരം നാശമില്ലാത്തതാണ് അക്ഷരങ്ങൾ. ഞാൻ മരിച്ചാലും ഞാൻ ചൊല്ലിയ കാര്യങ്ങളൊക്കെ, ഞാൻ പറഞ്ഞ അക്ഷരങ്ങളൊക്കെ യൂട്യൂബിൽ അങ്ങനെ കിടക്കും. എല്ലാവരും, എഴുത്തുകാരുടെയൊക്കെ കാര്യം അങ്ങനെ തന്നെ. അപ്പോൾ ഈ കുട്ടി അതിലെ ക്ലീ എന്നുള്ള ശബ്ദം ശ്രദ്ധിച്ചു. നിങ്ങളെല്ലാം ദേവി മഹാത്മ്യം ചൊല്ലുമ്പോൾ ആ മന്ത്രം ചൊല്ലാറുണ്ടല്ലോ. ആ കുട്ടി എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ അനുസ്വാരം, അങ്ങനെയാ വേദത്തിൽ ഒരു 0, മോഹനേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു മുറുക്കം, ക്ലീം എന്ന ഒരു മന്ത്രമായിട്ട് അത് സ്വീകരിച്ചു. അതായത് ദേവി ഭാഗവതത്തിൽ പറയാം, ബീജം വൈ കാമരാജാഖ്യം ഗൃഹീതം മനസാ തഥാ. അതായത് കാമരാജ ബീജ മന്ത്രമായ ഈ ക്ലീം എന്നുള്ള ശബ്ദം ആ കുട്ടി സ്വീകരിച്ച് അങ്ങനെ ജപിക്കുക. എപ്പോഴും ജപിക്കും, ഭഗവതിയെ അങ്ങനെ ധ്യാനിക്കും. ഉറങ്ങുമ്പോഴും കളിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഈ ശബ്ദം മനസ്സിൽ അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. 5 വയസ്സേ ഉള്ളൂ. ഭാഗ്യം, ആലോചിച്ചു നോക്കൂ, അപ്പോഴേ നാമജപം തുടങ്ങി. അങ്ങനെ കുട്ടി വളർന്ന് 11 വയസ്സായപ്പോൾ മുനി അവനെ ഉപനയനം, അതായത് പൂണൂലിടുന്ന ചടങ്ങ് കഴിച്ച് എന്ത് ചെയ്തു, വേദം പഠിപ്പിച്ചു, വേദാധ്യയനം ഒക്കെ ചെയ്യിപ്പിച്ചു. ഇങ്ങനെ ഈ കുട്ടി വളർന്നു വലുതായി നല്ല ഒരു സുന്ദരനായി മാറി. അതേ സമയത്ത് ഈ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് രാമായണത്തിൽ ഒരുപാട് പേരുകൾ കാണാം. കാശി രാജാവിൻ്റെ മകളായ ശശികല, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പൈങ്കിളി കേട്ടോ. അതായത് അവർ രണ്ടാളും നല്ല പ്രണയം. അതായത് സ്വപ്നത്തിൽ അവർക്ക് രണ്ടുപേരെയും മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ആ വടിവൊത്ത ശരീരം, അവൻ്റെ ആ സൗകുമാര്യം, അവൻ്റെ ആ നാമജപം, മന്ത്രങ്ങൾ, വേദപഠനം. ഈ ശശികല എന്ന സ്ത്രീ സ്വപ്നത്തിൽ ഇയാളെ ദർശിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഭഗവതിയോട് പ്രാർത്ഥിക്കുക, ഹേ അമ്മേ, ഞാനിതേ വിവാഹത്തിന് സമയമായിരിക്കുന്നു, എനിക്ക് അനുയോജ്യനായ ഒരു പുരുഷനെ കണ്ടെത്തണം, അപ്പത് ഈ വ്യക്തിയെ കല്യാണം കഴിക്കണം എന്ന് സ്വപ്നത്തിൽ കിട്ടുകയാണ് ഒരു ദർശനം. ഈ സുദർശനനും ഇങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു ദിവസം ഈ ദേവിയെ സ്വപ്നം കണ്ടു. ആ ചുമന്ന പട്ടൊക്കെ എടുത്ത് സർവാലങ്കാര ഭൂഷിതയായി ശ്രീ ഭദ്രകാളിയെ കാണുകയാണ് സുദർശനൻ. ആ കുട്ടിയുടെ മുഖമൊക്കെ അങ്ങനെ തിളങ്ങുകയാണ് ആ സമയത്ത് ഭഗവതിയുടെ രൂപം കണ്ടപ്പോൾ. ഇങ്ങനെ രണ്ടുപേരും ശ്രീ ഭദ്രയെ ഭജിച്ച്, ദുർഗയെ ഭജിച്ചുകൊണ്ട് അങ്ങനെ ജീവിതം തള്ളി നീക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ഇവൾക്ക് വേണ്ടി സ്വയംവരം കുറിച്ചു. ഒക്കെ ആലോചിക്കുന്നുണ്ട്, എല്ലാ സ്ത്രീകൾക്കും സ്വയംവരം. അച്ഛനോട് ഇപ്പം എങ്ങനെയാ അത് പറയാ, എനിക്ക് കല്യാണം കഴിക്കണമെന്ന്, സ്വയംവരം ആണെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിനെയാണ് മാല ചാർത്തിയാൽ മതി എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ സ്വയംവരം കുറിച്ചു. ഒരുപാട് രാജാക്കന്മാരൊക്കെ അവിടെ വന്നു. പിറ്റേ ദിവസമാണ് സ്വയംവരം. നിങ്ങളൊക്കെ അത് അന്ന് തന്നെ വിളിക്കുകയാണ്, മകളെ വിളിച്ചു, ഇങ്ങനെ സ്വയംവര പന്തലിലേക്ക് വരൂ, 3 തരം വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് വരൂ, ആ വരണമാല്യം എടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ളവരെ. അപ്പം അമ്മോട് ആദ്യം പറഞ്ഞു, എനിക്ക് ഇന്ന ആളെ ഇഷ്ടമുണ്ട്, അദ്ദേഹത്തെ ഞാൻ കല്യാണം കഴിക്കൂ. അപ്പം അച്ഛനോട് പറഞ്ഞപ്പോൾ പറയുക, അവന് ധനം ഇല്ല, സൈനിക ബലം ഇല്ല, സ്വന്തക്കാരോ കൂട്ടമോ കുടുംബമോ ഒന്നുമില്ലാത്തവനെ എങ്ങനെയാ കല്യാണം കഴിക്കുക രാജകുമാരിയായ നീ, അതുകൊണ്ട് അവനെ അല്ലാത്ത ആരെ വേണേലും കല്യാണം കഴിക്കാം, സ്വയംവരം വെച്ചിടണു എന്ന് പറഞ്ഞു. അമ്മയോട് എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. അവസാനം ചെന്ന് പറഞ്ഞപ്പോൾ അച്ഛനോട് ഇത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് പറയുക. അതായത് ഞാൻ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ച് ഈ വരണമാല്യമായിട്ട് അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അവർ എന്ത് നോട്ടാ എൻ്റെ മേലേക്ക് നോക്കുക, അതൊക്കെ ഒരു മോശം കാര്യമല്ലേ, അങ്ങനെ അവരുടെ മുന്നിൽ ഞാൻ പോയി നിൽക്കില്ല എന്ന് പറയാ. ഒരു പന്തയം വെക്കും പോലെയല്ലേ, ആരെ വേണമെങ്കിലും കെട്ടിക്കോ, ഞാൻ റെഡി, അത് വേണ്ട എന്നാണ് അവളുടെ പക്ഷം. അങ്ങനെ വരാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്ന് അവരോടൊക്കെ വിനയാന്വിതനായിട്ട് തൊഴുതു പറയാണ്, ഈ രാജാക്കന്മാരെ, എൻ്റെ മകള് ഇപ്പോൾ ഈ സ്വയംവര പന്തലിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല, നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞ അനുസരിക്കാത്തതുകൊണ്ട് നിങ്ങളെല്ലാം പോയി സുഭിക്ഷായി ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട് നാളെ വരൂ.
അന്ന് രാത്രി ഇവളുടെ വർത്തമാനം കേട്ടിട്ട് എന്ത് ചെയ്തു? രാജാവും രാജ്ഞിയും കൂടി ഈ സുദർശനനും അവിടെ എത്തി. സുദർശനന്റെ അടുത്തേക്ക് രഹസ്യമായിട്ടൊരു ബ്രാഹ്മണനെ പറഞ്ഞയച്ചു ഈ കുട്ടി. എന്നിട്ട് പറയാണ് ശശികല അവിടെ ചെന്നിട്ട് പറഞ്ഞു സുദർശനോട്, ഭഗവതി സ്വപ്നത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഇത്രേ, അങ്ങ് അവിടെ സ്വയംവരത്തിന് വരണമെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പോരാന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, അയ്യോ നിന്നെ വധിക്കാനല്ലേ അവര് നടക്കണത്, അതുകൊണ്ട് അങ്ങോട്ട് ഇപ്പൊ പോവണ്ട എന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചില്ല. അമ്മ എന്തിനാ പേടിക്കുന്നത്, ഒക്കെ ഭഗവതി വെച്ച പോലെ വരും, എന്നാ ഞാനും ഉണ്ടാറിന്റെ കൂടെ പുറപ്പെട്ടു. അങ്ങനെ അവരൊക്കെ കൂടെ അങ്ങോട്ട് വന്നു, അവിടെ താമസാക്കി. ഈ സമയത്ത് രാത്രിയിൽ അവരോട് ചെന്ന് പറയാണ് അച്ഛനും അമ്മയും സ്വയംവരം അങ്ങോട്ട് നടത്താന്ന്, അല്ലെങ്കിൽ മറ്റുള്ള രാജാക്കന്മാർ യുദ്ധം ചെയ്യും, ഇവന് സൈന്യത്തിന്റെ ഒന്നും ബലമില്ല. അങ്ങനെ കല്യാണം അങ്ങോട്ട് നടത്തി. കല്യാണം നടത്തി ഇതിന്റെ മന്ത്രങ്ങളുടെയും ഹോമത്തിന്റെ പുകയും ഒക്കെ പുറത്തേക്ക് വന്നപ്പോൾ രാവിലെ ആയപ്പോൾ രാജാക്കന്മാർക്കൊക്കെ മനസ്സിലായി ഇവർ കല്യാണം കഴിച്ചു, നമ്മളെ പറ്റിച്ചു എന്ന്. അപ്പോൾ അവരോട് ചെന്ന് മാപ്പ് പറഞ്ഞു, എൻ്റെ മകള് നിർബന്ധിച്ചത് കൊണ്ടാണ് ഇത് ചെയ്തത്, ഞങ്ങളോട് ദയവ് കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാജാക്കന്മാർക്ക് ദേഷ്യം വന്നു. എന്തായാലും നിങ്ങൾ ചെയ്തത് വലിയ ഉപകാരമായി, വന്ന് ഭക്ഷണം കഴിച്ച് പോകാനാ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനി നിങ്ങളുടെ സദ്യ ഒന്നും വേണ്ട പറഞ്ഞ് അവർ പിണങ്ങിന്ന് മാത്രമല്ല യുദ്ധത്തിന് വരികയാണ് ചെയ്യുന്നത്. യുദ്ധത്തിന് വന്ന സമയത്ത് ഈ രാജാവ് സ്ത്രീധനമായിട്ട് ഒരുപാട് കൊടുക്കുന്നുണ്ട്. സൈന്യങ്ങളെയും ആനകളെയും കുതിരകളെയും ഒക്കെ അവരെയൊക്കെ ചേർത്ത് നിന്നിട്ട് സൈന്യബലത്തിനേക്കാൾ അപ്പുറം എന്ത് ചെയ്തു, ഇദ്ദേഹം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശ്രീ ദുർഗ തന്നെ അവിടെ സിംഹാരൂഢയായി അവതരിച്ച് യുദ്ധം ചെയ്ത് സുദർശനനെ ജയിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് രണ്ട് തത്വം ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണം. വെറുതെ ഈ കഥകളൊന്നും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവാനല്ല പുരാണങ്ങളും ഇതിഹാസങ്ങളും എഴുതി വെച്ചിരിക്കണേ. ഒന്നാമത്തെ തത്വം മന്ത്രത്തിന്റെ ശക്തി. എന്താ മന്ത്രം? മനനേന ത്രായതേ ഇതി മന്ത്ര. നമ്മൾ മനനം, നമ്മളെ ഗായത്രി ജപിക്കും തോറും നമ്മൾ ഉയർന്നുയർന്നു വരും. മന്ത്രം ജപിക്കും തോറും ആ കുട്ടിക്ക് ആത്മബലം കൂടി, ഐശ്വര്യം കൂടി, ബുദ്ധി കൂടി, ശക്തി കൂടി. അതുകൊണ്ട് ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ദേവിയുടെ അനുഗ്രഹം അവന് ലഭിച്ചു. മന്ത്രത്തിന്റെ ശക്തി മനസ്സിലാക്കുക. മറ്റൊന്ന്, അവന് സേനാബലം ഉണ്ടായിരുന്നില്ല, കുടുംബങ്ങൾ ഉണ്ടായിരുന്നില്ല, ആൾബലം അല്ല, ദേവീബലം ആണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വരണമെങ്കിൽ ഭഗവതി എന്നെ തീരുമാനിക്കണം. ഇപ്പം ഇപ്പം 2 ദിവസം മുമ്പ് മഞ്ഞ് കൊണ്ടപ്പോൾ തൊണ്ടയ്ക്ക് അയ്യോ വെയ്യല്ലോ തോന്നി, വേഗം ചൂടുവെള്ളം പിടിച്ചു. ആ തൊണ്ട എങ്ങാനും നാശമായി കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ? അല്ലേ? ഇല്ലല്ലോ. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറയാനും കേൾക്കാനും. കാരണം സത്സംഗത്തിന്റെ മഹിമ പറയുന്നവനും കേൾക്കുന്നവനും ഭക്തി ഉണ്ടാകുന്നതാണ് സത്സംഗം, കഥാശ്രവണം എന്ന് പറയുന്നത്. ആരാണ് മഹാൻ? മഹത്വത്തിന്റെ ലക്ഷണം എന്ത് എന്ന് ഭഗവാനോട് ചോദിക്കുമ്പോൾ ഉദ്ധവനോട് കൃഷ്ണൻ പറയുന്നത് എന്താ? ജനിച്ച വംശമോ കുലമോ ഒന്നും അല്ല. സത്സംഗത്തിന്റെ മഹത്വത്തിന് ലക്ഷണം എന്താ? സൽക്കർമ്മങ്ങൾ ചെയ്യാം, സൽചിന്ത, സൽസങ്കല്പങ്ങൾ. അതായത് സൽചിന്തയും സൽസങ്കല്പങ്ങളും സൽക്കർമ്മങ്ങളുമാണ് മഹത്വത്തിന് അടിസ്ഥാനം. ഉദ്ധവ, അപ്പോ നമ്മൾ നല്ലത് ചിന്തിക്കുമ്പോൾ നല്ലത് മാത്രം. കുറച്ച് ദിവസമായിട്ട് എന്തേ ഉള്ളൂ, ഈ ഒരു പ്രോഗ്രാമിന്റെ പിറകെ തന്നെ അവിടെ വരുന്ന ആരൊക്കെയാണാവോ? വലിയൊരു ഗ്രൂപ്പ്, 275 പേരെ നമ്മൾ എന്ത് ചെയ്യണം, ഇരുന്ന് എഴുതുമ്പോൾ കൺസിഡർ ചെയ്യണം. അതിൽ നമ്മുടെ എക്സിക്യൂട്ടീവിലുള്ളവരെ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യണം. അതിൽ കൊഴിഞ്ഞു പോയവർക്ക് പകരമുള്ളവരെ കണ്ടെത്തണം, സമ്മതം വാങ്ങണം. ഇതൊക്കെ ആയി ഇങ്ങനെ നടക്കുമ്പോൾ ലൗകികത്തെക്കുറിച്ച് നമ്മൾ അങ്ങോട്ട് മറക്കും. ഈശ്വരീയമായ കാര്യം ആ മുത്തശ്ശിയാർക്കാവിലെ അമ്മയെക്കുറിച്ച് അങ്ങനെ ഓർക്കും. ഇവിടെ മന്ത്രത്തിന്റെ ശക്തി സുദർശനൻ അനുഭവിച്ചു, ദേവീ ബലം സുദർശനന് കിട്ടി. ഇങ്ങോട്ട് പിന്നെ സുഖമായി ജീവിച്ചു എന്ന് പറയുന്നു. ഇതുപോലെ ഓരോ പുരാണ കഥകളും കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിലെ തത്വം എന്താണ് നമുക്ക് സ്വീകരിക്കാനും ജീവിതത്തിൽ പകർത്താനും ഉള്ളത് നോക്കുക. ഇപ്പൊ ജ്ഞാനപ്പാന കഴിഞ്ഞു, നമ്മുടെ കൂടെ വരുന്ന ആ കുട്ടി ജ്ഞാനപ്പാന ചൊല്ലി ഇടാൻ പറഞ്ഞു, ഇട്ടു. അത് കഴിഞ്ഞ് അനശ്വര, അത് കഴിഞ്ഞ് പരിണാമ കീർത്തനം, അവൾ ഇത് ചൊല്ലാന്ന് പറഞ്ഞ് ഡാൻസൊക്കെ കളിക്കാൻ റെഡിയായി വന്നിരിക്കുക. ഇത്ര പോകുന്ന ഒരു കുട്ടി അതിലേക്ക് വന്നത് എന്തുകൊണ്ടാ? അമ്മ വഴിയിലൂടെ നടത്തിച്ചത് കൊണ്ടാ. ഇവിടെ അത് തന്നെയാ മനോരമ. എവിടെയാ ചെന്ന് പെട്ടത്? ആശ്രമത്തിലാ. മുനീശ്വരൻ ഭരദ്വാജ മഹർഷി എന്താ പഠിപ്പിച്ചത്? വേദ പഠിപ്പിച്ചത്. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ്. അറിവിന് ഒരു ഗുണമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇത് അഗ്നി പോലെയാ. എല്ലാ കർമ്മഫലങ്ങളും ദോഷങ്ങളും ജ്ഞാനാഗ്നിയിൽ അങ്ങോട്ട് സമർപ്പിക്കുക. അതാണ് ജ്ഞാനയജ്ഞം. 12:45 എന്നാ പറഞ്ഞു. ഇനി എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ? പറയാം. പറഞ്ഞു വന്നതിൽ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അത് പറയൂ, അതും പറയാം. അങ്ങനെയൊന്നുമില്ല ടീച്ചറെ, അല്ലേ? അതിങ്ങനെ കേട്ടാൽ ഞങ്ങൾ ഇവിടെ അങ്ങനെ ഇരിക്കും, വേണമെങ്കിൽ 4 മണി വരെ ഇരിക്കും. അതാണ് സത്സംഗത്തിന്റെ മഹിമ. നമുക്ക് എല്ലാ സംഘങ്ങളും മാറി
ഈ ജന്മം കിട്ടിയത് എന്തിന്? അതാണ് രഹസ്യം. എന്താ, നമുക്ക് തോന്നും ഇങ്ങനെ കുറെ കുടിച്ച് തിന്ന് ഉറങ്ങി കുറെ കൂട്ടം കൂടുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മരിച്ചു പോകും, ചത്തുപോകുന്നു പാവം ശിവ ശിവ. അതിൽ നിന്നും മാറി എങ്ങനെ ആയിരിക്കണം, ഇത്തിരിയെങ്കിലും ഭഗവാനോട് അങ്ങനെ അടുക്കുക. അപ്പൊ എന്താണ് മുത്തശ്ശിയാർക്കാവിലെ അമ്മ എന്ന് മനസ്സിലായി. ആ ദേവതയെ അറിഞ്ഞ്, ഗ്രാമദേവതയെ അറിഞ്ഞ് ആരാധിക്കുക. ഇവിടെ വരുമ്പോ ആ മുത്തശ്ശി ഭാവും ആ യുദ്ധക്കളവും മുത്തശ്ശിയെ പോലെ വന്നതും ഭൈരവൻ കോട്ടയും ഇതൊക്കെ മനസ്സിൽ വരും. അങ്ങനെ നമ്മൾ അറിഞ്ഞ് ആരാധിക്കുമ്പോൾ, ആ പാദങ്ങളിൽ അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ ഭഗവതി നമുക്ക് അങ്ങോട്ട് അനുഗ്രഹം തരുന്നുള്ളതാ. അങ്ങനെ അനുഗ്രഹം കിട്ടിയാലേ ഇങ്ങനെ വന്നിരിക്കാൻ കഴിയൂ, ഒരുപാട് ഒരുപാട് കേൾക്കാൻ കഴിയൂ. ഭഗവാൻ പറഞ്ഞതുപോലെ സർവധർമ്മങ്ങളെയും മാറ്റി നിർത്തി, വകഞ്ഞ് മാറ്റി രാവിലെ എങ്ങനെയെങ്കിലും ഇടിച്ച് ആ ക്രൂയിസറിൽ കയറി ഭഗവതിയുടെ മുന്നിൽ ഇവിടെ വന്ന് എത്ര മണിക്കൂറായി, 7:45 എത്തിയവരാ. ഇപ്പോഴും ഒരു വെള്ളം കുടിക്കണം തോന്നുന്നുണ്ടോ? ചായയും വെള്ളമൊക്കെ ചിലർ കുടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഇരുന്ന് ഈശ്വരീയമായ കാര്യങ്ങളിലൂടെ ലയിച്ച് മനസ്സിനെ ഉയർത്തുക. മനസ്സിനെ എങ്ങനെ ഉയർത്തുക? ഈശ്വര സാക്ഷാത്കാരം നേടാൻ എങ്ങനെയാ മനസ്സിനെ ഉയർത്തേണ്ടത്? ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, സൽസങ്കല്പങ്ങൾ ഉണ്ടാവുക, മറ്റുള്ളവരോട് ദയ കരുണ കാണിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിനെ അങ്ങോട്ട് ഉയർത്താൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. ഭക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നവർക്കൊക്കെ ഭക്തി ഉണ്ടോ? ഭക്തി എന്ന് പറയുമ്പോൾ അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു ശ്ലോകം അങ്ങോട്ട് ചൊല്ലി നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം. വ്യാഖ്യാനമുള്ള പുസ്തകങ്ങൾ വാങ്ങി ആ വ്യാഖ്യാനങ്ങളിലൂടെ അങ്ങനെ പോകുമ്പോൾ, ഇപ്പം ഈ ദേവി ഭാഗവതം അങ്ങോട്ട് എടുത്തു വെച്ചു, ബീജം വൈ കാമരാജാഖ്യം ഗൃഹീതം മനസാ തഥാ എന്നൊക്കെ അങ്ങനെ വായിച്ച് പോയിട്ടുണ്ടാവും നിങ്ങൾ എത്രയോ തവണ. എന്താ ഇപ്പം ഈ പറയണേ? കാമരാജാഖ്യ മന്ത്രമാണ്, ബീജമന്ത്രാണ് ഭഗവതിയുടെ. ഓം ക്ലീം എന്ന് പറഞ്ഞ് നമ്മൾ ദേവി മഹാത്മ്യത്തിൽ ജപിക്കുന്നത്. അറിഞ്ഞ് നിങ്ങൾ ജപിക്കുമ്പോൾ അതിനൊരുപാട് ഉയർത്താൻ കഴിയും നിങ്ങളെ. അതാണ് എല്ലാം പറയുന്നത്. ഒരു ഗ്രന്ഥത്തെ എങ്കിലും എന്ത് ചെയ്യുക? സ്വായത്തമാക്കുക, സ്വന്തമാക്കുക. ചിലർ കുറേ ജ്ഞാനപ്പാന ഹരിനാമകീർത്തനം അത് ഇത് പറഞ്ഞു നടക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഗീതയെ മാത്രം അങ്ങോട്ട് സ്വന്തമാക്കുക. ഭാഗവതം അങ്ങോട്ട് വായിച്ച് സമർപ്പിക്കുക. ജ്ഞാനപ്പാന ഹരിനാമകീർത്തനം ഇതൊക്കെ സാധാരണക്കാർക്ക് പറ്റുന്നതാ. നാരായണീയം കുറച്ച് കീറാമുട്ടി. എന്താ കാരണം എന്നറിയോ? ഭാഗവതം 18,000 ശ്ലോകങ്ങളാണ്. പട്ടേരിപ്പാടിന് വാദം പിടിച്ചപ്പോൾ പറയാ ഈ മീൻ തൊട്ട് കൂട്ടിക്കോളൂ, അതായത് മത്സ്യാവതാരം മുതൽ അങ്ങോട്ട് കീർത്തിക്കാൻ. ഗുരുവായൂർ പോയി ഇരുന്നിട്ട് എന്ത് ചെയ്തു? ഭാഗവതം തന്നെ അങ്ങോട്ട് കുറുക്കുകയാണ്, കഷായം കുറുക്കും പോലെ. 18,000 ശ്ലോകം ഉള്ള ഭാഗവതാണ് ആറ്റി കുറുക്കി കഷായം പോലെ എത്രയാ 1036 ശ്ലോകങ്ങളാക്കി വെച്ചത്. അപ്പൊ പിന്നെ അത് കുറച്ച് പ്രയാസം തന്നെയല്ലേ? ഹന്ത ഭാഗ്യം ജനാനാം, ഇവിടെ ജനിച്ചത് തന്നെ ഭാഗ്യം. പിന്നെയോ ഈ ദൃഗ്ജഗന്മയവപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹോ തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാദാലയാദിബ നമോസ്തു നിരുന്ധിരോഗാൻ. ആ കർമാവസാനം വരുന്ന സമയത്ത് നമ്മൾ ഓരോ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി സമർപ്പിക്കണം, ഭഗവാൻ പറഞ്ഞതുപോലെ. അല്ലാതെ എന്ത് ചെയ്യരുത്? എന്ത് ചെയ്തിട്ടും അതിന് ഫലമില്ല എന്നാ. ഈശ്വരൻ ഇല്ലെങ്കിൽ അതാണ് ദൈവമെന്നേ ബലം നാസ്തി എന്ന് മഹാഭാരതം പറയുന്നത്. ഈ ജന്മം കിട്ടിയ എല്ലാ കർമ്മങ്ങളും അവസാനിച്ച് സമർപ്പിക്കുന്ന സമയത്ത് ഹേ കൃഷ്ണ, അങ്ങ് എൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കണമേ. അത് തന്നെയല്ലേ ഇവിടെ ശൈവ ചൈതന്യം ഉണ്ട് എന്ന് പറഞ്ഞു. മഹാദേവനോടാണത്രേ അവസാനം സൃഷ്ടിസ്ഥിതി സംഹാരരൂപിയായി മഹാദേവൻ നമ്മുടെ മുന്നിൽ അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ വിളങ്ങി നിൽക്കും. ഏത് സമയത്ത്? ആ മരിക്കാൻ പോകുമ്പോ. എന്താ? ഒരൊറ്റ പ്രാർത്ഥനയാ. നമ്മളൊക്കെ എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നത് ഇവിടെ വന്നിട്ട്? അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. ഹേ ശ്രീ പരമേശ്വര, അനായാസേന ഒരു മരണം തരേണമേ. പെട്ടെന്ന് ഇങ്ങനെ ഇന്ന് പറയുമ്പോൾ അല്ലെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ അങ്ങട് മഹാബലിയായ ബലി നമസ്കരിച്ചപ്പോൾ മരിച്ചതുപോലെ ആ ക്ഷേത്രാങ്കണത്തിൽ അങ്ങോട്ട് മരിച്ചു വീണ അതിലും വലിയൊരു പുണ്യം ഇല്ല. ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുമ്പോൾ യം ഭാവം സ്മരൻ, ഏതൊരു ഭാവമാണോ നീ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് നീ അതുതന്നെയായി മാറുന്നു എന്നാ പറയുന്നത്. അങ്ങനെ അനായാസേന മരണം സംഭവിക്കാനായി ഇനി പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ വിനാ ദൈന്യേന ജീവനം, ആരെ ആശ്രയിക്കാതെ ഇപ്പം ഇങ്ങോട്ട് കയറി വരിക, അല്ലെങ്കിൽ ഒന്നിനോ രണ്ടിനോ പോവാൻ ആരെ ആശ്രയിക്കാതിരിക്കുക. പിന്നെയോ ദേഹാന്തേ തവ സാന്നിധ്യം, ഇത് ദേഹം, ഇതിനുള്ളിലിരിക്കുന്നത് ദേഹി ആത്മാവ്. ദേഹാന്തേ ഈ ശരീരം
മരണപ്പെടുന്ന സമയത്ത് ഹേ ശ്രീ പരമേശ്വര, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ദേഹിമേ പരമേശ്വരം, ഈ ദേഹി, ഈ ആത്മാവിനെ അങ്ങയിലേക്ക് ലയിപ്പിക്കണമേ. ഇതിലും അപ്പുറം എന്താ ഇനി പ്രാർത്ഥിക്കാനുള്ളത്? പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. നമ്മുടെ ഭക്തി എന്ന് പറയുന്നതിന് നിരുപമായ ശക്തിയുണ്ട് എന്നാവും, നമുക്ക് ഉപമിക്കാൻ കഴിയില്ല ഭക്തിയുടെ മഹത്വം. കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്താ പറഞ്ഞെന്നറിയോ? നമ്മളൊരു വീട്ടിൽ അങ്ങോട്ട് കയറി ചെന്നാല് അവിടെ ഒരു സ്വീകരണ മുറിയിലാണ് നമ്മളെ കൊണ്ടിരുത്തുക. ആ സ്വീകരണ മുറിയിൽ ആരുണ്ടായിരിക്കും? ഗൃഹനാഥൻ വരും നമ്മുടെ മുന്നിൽ ഒരു വെള്ളോ ചായയോ ആയിട്ട്. അപ്പോ ഭക്തന്റെ ഹൃദയം, ഇപ്പൊ ഇവിടെ ഇങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോ ഭക്തന്മാരുടെയും ഹൃദയം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വീകരണ മുറിയാന്നാ പറയുന്നത്. ഇതിനുള്ളിലിരിക്കുന്ന ഈ ഹൃദയത്തില് ഭഗവാൻ സ്വീകരണ മുറി ഒരുക്കി വെച്ചെങ്കിൽ, ഭക്ത മനസ്സിൽ കുറൂരമ്മയെ പോലെ ഒരു സ്വീകരണ മുറി ഒരുക്കി വെച്ചെങ്കിൽ, ഭട്ടേരിപ്പാടിനെ പോലെ ഒരു സ്വീകരണ മുറി, വില്യമംഗലം സ്വാമിയെ പോലെ ഒരു സ്വീകരണ മുറി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആ ഗൃഹസ്ഥൻ ആരാ? ഭഗവാൻ തന്നെ. അപ്പൊ ഭക്തഹൃദയം എന്താണ്? ഭഗവാന്റെ സ്വീകരണ മുറിയ. ആ ഭക്തഹൃദയത്തിലേക്ക് എന്തേ വേണ്ടു? നമ്മൾ അങ്ങോട്ട് കയറുക. ഭക്തന്മാരെ പൂജിച്ചാല്, അതാണ് ഇന്ന് ഇവിടെ ചെയ്തതൊക്കെ. ഒരു ഭക്തനെ നമ്മൾ ആദരിക്കുമ്പോൾ, പൂജിക്കുമ്പോൾ, സേവിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ പൂജിച്ചതിന് തുല്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നതാ. അതുകൊണ്ടാണ് ഓരോ ഭക്തനെയും, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഭക്തന്റെ വാക്ക് ഭഗവാൻ സത്യമാക്കുന്നു. സന്താനങ്ങളില്ലാത്തവർക്ക്, മംഗല്യഭാഗ്യം കിട്ടാത്തവർക്ക്, അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, വീട്ടിൽ പല പല പ്രശ്നങ്ങളും ഉള്ളവർക്ക്, ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ അനുഭവിച്ചവരാ. അതെല്ലാം എവിടെ സമർപ്പിച്ചു? അവരെവിടെ വിളിക്കുകയാണ് ഒരു വിളി, ടീച്ചറേ ഇങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ദുരിതായിട്ടാ വിളിക്കുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങളാ പറയുന്നത് മുഴുവൻ. ഒരിക്കലും പണിക്കരെ കാണാൻ ടീച്ചർ പറയാറില്ല, നിങ്ങൾ നിങ്ങളുടെ കുടുംബദേവതയെ, നമുക്ക് എപ്പോഴും ഒരു ധർമ്മദൈവം ഉണ്ടായിരിക്കും, കുലദൈവം ഉണ്ടായിരിക്കും. ഇനി കുടുംബക്ഷേത്രമൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്തുണ്ട്? എത്രയോ കാരണവന്മാരുണ്ട്. 32 തലമുറയ്ക്ക് പിണ്ണം വെക്കാറില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കുളി കഴിഞ്ഞ് തെക്കോട്ട് 3 കുടന്ന വെള്ളം കൊടുത്ത് ഗുരുകാരണവന്മാരെ പ്രാർത്ഥിച്ചതിന് ശേഷം സൂര്യഗായത്രി ജപിച്ച് നമ്മുടെ ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച്, അതിനുശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഗ്രൂപ്പില് വിഷമം അനുഭവിക്കുന്നവർക്കൊക്കെ സ്റ്റെപ്പ് വെച്ചിട്ടാണ് പ്രാർത്ഥന. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങിയതിന് പൂജാമുറിയിൽ വന്ന അവിടെയുള്ള ദേവരെ, ആ ദേവതയെ അല്ല ആദ്യം വണങ്ങേണ്ടത്, നമ്മുടെ ഗുരുകാരണവന്മാരെ. ആദ്യം രക്ഷസിന്റെ തറയിൽ വിളക്ക് വെക്കാൻ പറയും അമ്മ. എങ്ങടേലും പുറപ്പെട്ട് കഴിഞ്ഞാൽ ഭുവനേശ്വരി ഉണ്ട്, അവിടെ മച്ച്, അവിടെ വിളക്ക് വെക്കാൻ പറയും. നമ്മുടെ കുലദൈവത്തെ, ധർമ്മദൈവത്തെ ആരാധിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ ആരാധിക്കണം, കീർത്തിക്കണം. ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രന്ഥത്തിൽ കൂടെ പോയി നോക്കൂ. അതിങ്ങനെ ഇഴമുറിച്ച് കീറി മുറിച്ച് എടുത്ത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മധുരം, ആ ഒരു സുഖം, അതിലും അപ്പുറം ഒരു അനുഭൂതി ഇല്ല. അതാണ് ആത്മീയതയുടെ പ്രത്യേകത. അപ്പൊ പറയും പ്രാരാബ്ദമാണ് ടീച്ചറെ. പ്രാരാബ്ദം അനുഭവിച്ചുകൊണ്ട് മാത്രമേ ആത്മീയതയിൽ ഉയരാൻ കഴിയൂ ലൗകികന്. അതായത് പറയുന്നുണ്ട്, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘാ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. എല്ലാം ഗീതയിലുണ്ട്. അതായത് സന്യാസി വര്യന്മാര് ജ്ഞാനയോഗത്തിലൂടെ, ഇതാണ് അത് ജ്ഞാനയോഗം, ഇത് ജ്ഞാനയജ്ഞ പോകുന്നെങ്കിൽ ലൗകികന്മാര് കർമ്മയോഗത്തിലൂടെ പോകുന്നു. കർമ്മം കർമ്മയോഗമായി ചെയ്യണം, ഈശ്വരാർപ്പണമായി ചെയ്യണം. അപ്പോ സന്യാസിമാരെ പോലെ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം നേടിയവരെ പോലെ ഇവിടെ വന്നിരിക്കാൻ, പറയാൻ, അത് കേൾക്കാൻ, അതാണ് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും. ഇത് ചെവിയിൽ ഇങ്ങനെ വീഴുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാ വേദനകളും മറന്നില്ലേ? ശരീരത്തിന്റെ വേദനകളും മറന്നില്ലേ? ശരീരത്തിന്റെ മാത്രമല്ല, നിങ്ങളുടെ എന്തെല്ലാം വേദനകൾ, അസുഖങ്ങൾ, കാലുകടച്ചിൽ, കൈകടച്ചിൽ എല്ലാം മറന്ന് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കല്ലേ? 11:30 അങ്ങനെ ഇരുന്നു നമ്മളെ. 11, 12:45 1 മണിയാവാറായി. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇത് തന്നെ, നമ്മുടെ ഇത് ഒരു സാഗരാണ് ഹൈന്ദവൻ്റെത്. ഗീതയിൽ നിന്ന് ചാടി നാരായണീയത്തേക്ക് പോയി, നാരായണീയത്തിൽ നിന്ന് രാമായണത്തിലൊക്കെ അങ്ങോട്ട് കടന്നാൽ പിന്നുണ്ടല്ലോ അങ്ങോട്ട് തുളുമ്പിപ്പോവും നമ്മൾ. എന്തായാലും ഈ ചെറിയ ഒരു സത്സംഗം ചിലർക്കൊന്നും മതിയായിട്ടുണ്ടാവില്ല. കേട്ടവർ ഇഷ്ടം പോലെ ഉണ്ടാവും, എങ്കിലും ആരും മുഷിപ്പും മടുപ്പൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഇരുന്നൂലോ. അത് ഭഗവതി തന്ന വലിയ ഒരു അനുഗ്രഹം. ഈ ജന്മത്തിൽ ഒരുപാട് വ്യക്തികൾക്ക് ഇങ്ങനെ നമുക്ക് നാരായണീയവും ജ്ഞാനപ്പാനയും നാമജപവും സത്സംഗത്തിൻ്റെ ഗുണവും പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചൈത്യയാത്ര തുടരാം. അതിന് ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വന്നവരെയും
കേട്ടവരെയും കേൾക്കാത്തവരെയും അമാനി മനതോ മാന്യോന. ഭഗവാൻ എല്ലാവരും ഒരുപോലെയാ. അപ്പൊ നമ്മളിവിടെ അങ്ങനെ വന്നിരുന്ന് ചോദിക്കുക, ഹേ ശ്രീ ഭദ്രേ, എനിക്ക് ഇവിടെ ഒരു സത്സംഗം തരൂ. തന്നില്ലേ? ഇനിയും ഒരുപാട് ഒരുപാട് സത്സംഗങ്ങൾ, ഒരുപാട് വലിയ ആചാര്യന്മാരുടെ മുന്നിൽ എത്തിപ്പെടാൻ നിങ്ങൾക്ക് ഗ്രന്ഥങ്ങളിലൂടെ, ഗ്രന്ഥം വായിച്ചാൽ പോരല്ലോ, ചിലർക്ക് മനസ്സിലാവില്ല, അതിന് ഉള്ള അവസരം തരാൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സത്സംഗോത്സവം 2024 ദ്വിതീയ സത്സംഗോത്സവത്തിലെ ഈ കൊച്ചു പ്രഭാഷണം ഞാൻ ഭഗവതിക്ക് മുമ്പിൽ, ഭക്തജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ജ്ഞാനയജ്ഞം എന്നാ പറയുക. എന്നുവെച്ചാൽ പണ്ടുള്ള ഹോമങ്ങളും വലിയ വലിയ യാഗങ്ങൾക്കും പകരമാണ് ഈ ജ്ഞാനയജ്ഞം നടത്തുന്നത്. യജ്ഞം സമർപ്പിക്കുകയാണ്. ഹരേ നാരായണ. ഓം ശ്രീ മഹാദേവേ നമഃ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം ജഗദംബികായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സത്.